താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇസ്ലാമിനെ വിമർശിക്കുവാനും വെല്ലുവിളിക്കുവാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തമസ്കരിക്കുവാനും പരിശുദ്ധ ഖുർആനിനെ തെറ്റിദ്ധരിപ്പിക്കുവാനും എല്ലാം പരിശ്രമിച്ച ആളുകൾ പോലും ഖുർആനിന്റെ വെളിച്ചവും പ്രവാചക ജീവിതത്തിന്റെ പ്രഭയുമെല്ലാം അനുഭവിച്ചറിയുമ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു എന്നത്. ഒന്ന്, വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഒന്ന്, ബൂർഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. അതാണ് പ്രശ്നം. മനുഷ്യരുടെ മസ്തിഷ്കത്തെയും മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തെയും എല്ലാം ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന മുതലാളിത്തത്തിനും ലിബറലിസത്തിനും അതിന്റെ അനുഗുണമായി അനുരണനമായി സ്ഥിതി ചെയ്യുന്ന ആത്മീയതയുടെ മതത്തിന്റെ ആളുകൾക്കും പൗരോഹിത്യ ആളുകൾക്കുമെല്ലാം മനസ്സിലായില്ല. അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താ സരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായി. ഇസ്ലാം അതുകൊണ്ട് തന്നെ എതിർപക്ഷത്താവുകയും ഇസ്ലാമിനെതിരെയുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ഇസ്ലാമിനെ കുറിച്ച് ആരും പഠിച്ചു പോകരുത് എന്ന് കരുതി ഇത്തരത്തിലുള്ള വൃത്തികെട്ട കഥകൾ പ്രവാചകനെയും പരിശുദ്ധ ഖുർആനിനെയും കുറിച്ച് പ്രചരിപ്പിച്ച് ആളുകൾക്കിടയിൽ ഭയമുണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകക്രമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ? ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് ഉത്തമം ഉണ്ടായിരിക്കും. സ്റ്റഡി ക്ലാസ്സിലൊന്നും കൃത്യമായി വരാത്തതുകൊണ്ട് നിനക്കൊന്നും മനസ്സിലാവാത്തു. കോട്ടപ്പള്ളിക്ക് മനസ്സിലായി എങ്ങനെയൊന്ന് പറഞ്ഞാൽ നാട്ടെ നമ്മൾ എന്തുകൊണ്ട് തോറ്റു? കുമാരപിള്ള സാറ് നമ്മുടെ താത്വിക ആചാര്യനാണ്. തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാൽ മതി. രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാമെന്ന് വിചാരിക്കുന്നു. ഒന്ന്, ഒരല്പം തമാശയായിട്ടും കുറച്ച് സഹതാപത്തോടെയൊക്കെ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവതരിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഞാൻ യൂട്യൂബിൽ ഒരു പോൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് വായിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എഴുതണം എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇന്നത്തെ വീഡിയോ കാണാൻ തുടങ്ങുകയാണെങ്കിൽ ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പോൾ നിങ്ങളുടെ അഭിപ്രായം അതിനകത്ത് രേഖപ്പെടുത്തണം. വളരെ ലളിതമാണ് ചോദ്യം. അപ്പോൾ കാണാത്തവർക്ക് ഫേസ്ബുക്കിൽ അത് കാണുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി പറയാനുള്ള കാര്യം ഞാനൊരു ചോദ്യമായിട്ട് അത് പറയാം. നിങ്ങളുടെ ഉത്തരം നിങ്ങൾ ഒന്ന് പറയണം, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം. ചോദ്യം ഇതാണ്: ഒരു കാലത്ത് BJPയെ ശക്തിയുക്തം എതിർക്കുകയും മോദിയെ അധിക്ഷേപിക്കുകയൊക്കെ ചെയ്തിരുന്ന കേരളത്തിലെ സെക്കുലർ പുലിക്കുട്ടി എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന PC ജോർജ് ഈ അടുത്ത കാലത്തായിട്ട് ഒരു BJP അനുഭാവം പ്രകടിപ്പിക്കുകയും ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് BJPയിൽ ചേരുകയും ചെയ്തതായിട്ട് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയെങ്കിൽ BJP ഏറ്റവും മഹത്തരമായ ഒരു പാർട്ടിയാണെന്നും അത് ഏറ്റവും ഉദാത്തമായ മൂല്യങ്ങൾ ഉൾപ്പെടുന്ന പകരം വെക്കാനില്ലാത്ത ഒരു പ്രത്യയശാസ്ത്രമാണ് എന്നും ഈ PC ജോർജിൻ്റെ BJP പ്രവേശനം തെളിയിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ PC ജോർജ് ഒരു കാലത്ത് BJPയെ എതിർത്തിരുന്നു എന്നതുകൊണ്ടും ഇപ്പോൾ അദ്ദേഹം ആ എതിർപ്പുകളൊക്കെ മറികടന്ന് BJPയിലേക്ക് എത്തുന്നു എന്നതുകൊണ്ട് BJP ആണ് ശരി എന്ന ഒരു പൊതുവാദത്തിന് അത് തെളിവാകുന്നുണ്ടോ? ഇതാണ് ചോദ്യം. നിങ്ങളുടെ ഉത്തരം എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഇന്നത്തെ വീഡിയോ പറഞ്ഞു പോകുമ്പോൾ നമുക്കതവിടെ ആവശ്യമായി വരും എന്നതുകൊണ്ടാണ് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അങ്ങനെ തെളിവാകുമെങ്കിൽ ആ തെളിവാണ് എന്ന് നിങ്ങൾക്ക് പറയാം, തെളിവല്ലെങ്കിൽ തെളിവല്ല എന്ന് പറയാം, അറിയില്ല എന്നാണെങ്കിൽ അറിയില്ല എന്നെഴുതാം. ഓക്കെ, നമ്മൾ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. അപ്പം എന്താണ്? അക്ബർ സാഹിബാണ് ഇന്നത്തെ താരം. കുറേ അധികം ദിവസമായി ഞാനിങ്ങനെ കണ്ണിലെണ്ണ വെച്ച് കാത്തിരിക്കുകയാണ് അക്ബർ സാഹിബിൻ്റെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി. എത്രയോ ദിവസങ്ങളായി, ആഴ്ചകളായിട്ട് ഞാൻ കാത്തിരുന്നിട്ട് എനിക്ക് കിട്ടിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോയിൽ അദ്ദേഹം വളരെ അത്യാവേശപൂർവ്വം ഇസ്ലാമിൻ്റെ അജയ്യത സ്ഥാപിക്കപ്പെട്ടതിന് ശേഷമുള്ള തിരിച്ചുവരവായിരിക്കും എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചിട്ടത് കണ്ടതെങ്കിലും വളരെ സാവധാനത്തിൽ, വളരെ പതിഞ്ഞ സ്വരത്തിൽ, വളരെ ദൈന്യത നിറഞ്ഞ ശരീരഭാഷയിൽ അദ്ദേഹം മുസ്ലിം യുവതയ്ക്ക് ചോർന്നുപോയ ആത്മവിശ്വാസവും അവരിൽ ഇപ്പോൾ ഉണ്ടായി വന്നിട്ടുള്ള അപകർഷതാബോധവും ഒക്കെ പരിഹരിച്ച് അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചില ബിസിനസ് മീറ്റിങ്ങുകളിലൊക്കെ ചില മോട്ടിവേറ്റർമാർ വന്നിട്ട് നിനക്കത് കഴിയും, നിങ്ങളെ കൊണ്ടത് കഴിയും എന്നൊക്കെ പറഞ്ഞിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുകയും നമ്മുടെ കയ്യിൽ അവസാനത്തെ ആയുധം പുറത്തെടുക്കാം എന്ന രീതിയിൽ ഒരു ആയുധം പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ലോകമെമ്പാടുമുള്ള ഇസ്ലാം മത വിമർശകരൊക്കെ ഖുർആനിൻ്റെ വഴിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇസ്ലാം മത വിമർശകർക്ക് വഴികാട്ടുന്ന ഖുർആൻ എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ തംബ്നെയിൽ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ അതാണ്. അത് ഞാൻ വായിച്ചു നോക്കുമ്പോൾ ശരിയാണ്, ഖുർആൻ നമുക്കൊക്കെ വഴികാട്ടുന്നുണ്ട്. അതെന്തിനാണ്, എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാനും എന്തുകൊണ്ട് ഇസ്ലാം ആയിക്കൂടാ എന്ന് മനസ്സിലാക്കാനും എന്തുകൊണ്ട് ഇസ്ലാം എതിർക്കപ്പെടണം എന്ന് മനസ്സിലാക്കാനും എന്നെ വഴി നടത്തുന്നത് ഖുർആനാണ്. ഇസ്ലാമിൽ നിന്ന് എനിക്ക് പുറത്തോട്ടുള്ള വഴി തുറന്നു തന്നത് ഖുർആനാണ്. ഇസ്ലാം എന്ന് പറയുന്ന ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ ശരിയായ രൂപം നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ ഏറ്റവും സഹായകരമായിട്ടുള്ള ഗ്രന്ഥം ഖുർആനാണ്. അതുകൊണ്ട് ഇസ്ലാം വിമർശകരെ വഴി നടത്തുന്നത് ഖുർആനാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തോട് ഉള്ള വിമർശനമായിട്ട് അതിനെ കൈകാര്യം ചെയ്യുന്നവരെ സംബന്ധിച്ച് കൃത്യമായിട്ടും
ഖുർആനാണ് അവരെ വഴികാട്ടുന്നത്. അതുകൊണ്ടാണ് ഖുർആനിന്റെ വഴിയെ ഞാനും എന്ന് ഇന്നത്തെ ടൈറ്റിൽ നമ്മൾ കൊടുത്തുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇനി അക്ബർ സാഹിബിന്റെ സംസാരത്തിലേക്ക് കടക്കുകയാണ്. പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇസ്ലാം ശരിയാണ് എന്ന് ഒരിക്കൽ കൂടി സ്ഥാപിക്കാനുള്ള അദ്ദേഹത്തിന്റെ വ്യഗ്രതയാണ്. മറ്റെല്ലാം തെറ്റാണ് എന്നതിൽ നിന്ന്, ഇസ്ലാം അല്ലാത്തതെല്ലാം പ്രശ്നമാണ് എന്നതിൽ നിന്ന് ഇസ്ലാം ശരിയാണ് എന്ന് ആദ്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു പാഴ്വേലയായിട്ടാണ് അദ്ദേഹത്തിന്റെ വീഡിയോ എനിക്ക് കേട്ടപ്പോൾ തോന്നിയത്. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. നമുക്കറിയാം, ലോകത്ത് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാനും മോശമായി അവതരിപ്പിക്കുവാനും വികൃതവൽക്കരിക്കുന്നതിനും വേണ്ടിയുള്ള പരിശ്രമങ്ങൾ തകൃതിയായി നടക്കുന്ന ഒരു ലോകക്രമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇസ്ലാമിനെ വികൃതവൽക്കരിക്കാൻ വേണ്ടി കഠിനമായ പരിശ്രമം നടക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ഇത് പറയാണ്, ആത്മകഥം പറയാണ്. കേരളത്തിൽ ഇസ്ലാമിനെ ഇക്കോലത്തിൽ വികൃതവൽക്കരിച്ചതിന് ഒരു അവാർഡ് സംഘടിപ്പിക്കുകയാണെന്ന് വിചാരിക്കാം. ആർക്കായിരിക്കും കേരളത്തിൽ അവാർഡ് കിട്ടുക? നിങ്ങളുടെ ഉത്തരം ഒന്ന് കമന്റ് ചെയ്യും, കേൾക്കട്ടെ. ഇസ്ലാമിന്റെ വികൃതമായ മുഖം സമൂഹ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇത്രമേൽ തുറന്നു കാണിക്കപ്പെടുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച വ്യക്തി ആരാണ്? അതല്ലെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള, ഇസ്ലാം മതം ഉപേക്ഷിച്ച് പുറത്തു പോകാൻ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രേരണ നൽകിയിട്ടുള്ള, അതിന് ഏറ്റവും കൂടുതൽ കാരണക്കാരനായിട്ടുള്ള വ്യക്തി ആരാണ്? എൻ്റെ ഉത്തരം ഞാൻ നിങ്ങളുടെ ഉത്തരങ്ങളൊക്കെ വായിച്ചതിന് ശേഷം പറയാം. പക്ഷെ നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. ഇങ്ങനെ ആളുകൾ വികൃതവൽക്കരിക്കാനും വിമർശിക്കാനും ഇകഴ്ത്താനും ഒക്കെ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാം എന്താണ്, ഇസ്ലാമിന്റെ മഹത്വം അക്ബർ സാഹിബ് ഒരു പഴയകാല പ്യൂ റിസർച്ച് സെന്ററിന്റെ 2050 ലോകമാകെ ഇസ്ലാമായി വളരും അല്ലെങ്കിൽ ഇസ്ലാം പടരും, ലോകത്തിലെ ഏറ്റവും വലിയ മതം ഇസ്ലാമായി മാറും എന്നൊക്കെ പറഞ്ഞിരുന്ന ആ പഴയ 2011 റിപ്പോർട്ടിലേക്ക് അദ്ദേഹം തിരിച്ചു പോവുകയാണ്. അമേരിക്കയിലെ പ്യൂ റിസർച്ച് ഫൗണ്ടേഷന്റെ കണക്കനുസരിച്ച് ലോകത്ത് ഏറ്റവും അധികം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ആദർശം ഇസ്ലാമാണ്. 2070 ലോകത്ത് ഏറ്റവും അധികം അനുയായികളുള്ള ആദർശം ഇസ്ലാമായി തീരും എന്നാണ് അവരുടെ കണക്ക്. ഓക്കെ, ഏറ്റവും അധികം വളർന്നുകൊണ്ടിരിക്കുന്ന ആദർശം എന്ന് പറഞ്ഞാൽ ആദർശം വളരാൻ വേണ്ടിയിട്ട് ഇത് പയറിന്റെ വള്ളിയൊന്നും അല്ലല്ലോ. ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള മതം ഇസ്ലാമാണ്, ആയിത്തീരും എന്നൊരു കണക്ക് പ്യൂ റിസർച്ച് സെന്റർ പുറത്തുവിട്ടിട്ടുണ്ട്. പണ്ട് കാലത്തൊക്കെ അത് പറയപ്പെട്ടിരുന്നത് 2050 എന്നാണ്. 2030 ഒരു കണക്കുണ്ടായിരുന്നു, പിന്നെ അത് 2050 ഇപ്പൊ അക്ബർ സാഹിബിന്റെ ആത്മവിശ്വാസം കുറവായതുകൊണ്ട് ഇപ്പൊ അത് പിടിച്ച് 2070 എത്തിയിട്ടുണ്ട്. എന്തായാലും പി റിസർച്ച് സെന്ററിന്റെ അല്ലെങ്കിൽ ആ ഫൗണ്ടേഷന്റെ കണക്ക് പ്രകാരം ഇസ്ലാം ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരുന്ന മതം എന്ന ഖ്യാതി ഇതൊക്കെ പാടി നടക്കുമ്പോഴും അതിന്റെ കാരണം എന്താണെന്നും ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള ആളുകൾ അല്ലെങ്കിൽ മതം ഇസ്ലാമായി മാറും എന്നതിന്റെ കണക്ക് പറയുന്നതിന്റെ കൂടെ തന്നെ അതിന്റെ ഫാക്ടേഴ്സ്, അതിലേക്ക് നയിക്കുന്ന ഫാക്ടേഴ്സ് വളരെ വിശദമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് മതരഹിതരായിട്ട് മാറുന്ന ആളുകളുടെ എണ്ണം ഒരു ഭാഗത്ത്, ഇസ്ലാമിന്റെ ഫെർട്ടിലിറ്റി റേറ്റ് മറുഭാഗത്ത്, ആ ഒരു ഇസ്ലാമിക് ജനസംഖ്യയുടെ പൊതുവിൽ ഉള്ള ഫെർട്ടിലിറ്റി ഏജിൽ നിൽക്കുന്ന ജനസംഖ്യയുടെ കണക്കൊരു ഭാഗത്ത്, ഇങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ടാണ് ഇസ്ലാം ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള മതമായി ലോകത്ത് ഭാവിയിൽ മാറിയേക്കാം എന്ന കണക്കിലേക്ക് പ്യൂ റിസർച്ച് സെന്റർ എത്തുന്നത്. അതല്ലാതെ ഇസ്ലാം എന്ന് പറയുന്ന ആദർശത്തിൽ ആകൃഷ്ടരായി എല്ലാവരും കൂട്ടമായിട്ട് ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹ് എന്ന് പറയുന്ന അതുപോലെ എല്ലാവരും കൂട്ടമായിട്ട് ഇസ്ലാമിലേക്ക് അതിന്റെ ആശയത്തിൽ ആകൃഷ്ടരായിട്ട് ചേക്കേറുന്നത് കൊണ്ടാണ് എന്ന് അക്ബർ സാഹിബ് പറയാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അത് ആ രീതിയിൽ പറയാൻ അദ്ദേഹത്തിന് എന്തായാലും ഒരു ആത്മവിശ്വാസമില്ല. അക്ബർ സാഹിബിന്റെ മൊത്തത്തിലുള്ള ശരീരഭാഷയിൽ ഇസ്ലാമിന്റെ മഹത്വം പറഞ്ഞ് ഇതര മതസ്ഥരെയൊക്കെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി ഞങ്ങളുടെ മതം എന്തോ മഹാസംഭവമാണെന്നും ഞാൻ എന്തോ മഹാസംവാദ വീരനാണെന്നും എൻ്റെ കയ്യിലുള്ള ഈ ഗ്രന്ഥമുണ്ടല്ലോ, ഇത് കയ്യിലുണ്ടെങ്കിൽ ആരുടെ മുമ്പിലും മുട്ടുമടക്കില്ല, തലകുനിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ആവേശവും ആ ഒരു ആത്മവിശ്വാസവും ഒരു ആർജവും ഒക്കെ ചോർന്നു പോയിരിക്കുന്നു. ഇസ്ലാം മതം ലോകത്തെമ്പാടും അതിശക്തമായ രീതിയിൽ ആശയപരമായി വിമർശിക്കപ്പെടുന്നു. ഇസ്ലാമിന്റെ കള്ളി മുസ്ലിങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ഇസ്ലാമിന്റെ പൗരോഹിത്യം അല്ലെങ്കിൽ ഇസ്ലാമിക മത നേതൃത്വത്തിന്, രാഷ്ട്ര സംവിധാനങ്ങൾക്ക് മതനിയമത്തിന് കീഴൊതുക്കിയിട്ട് മനുഷ്യരെ അടിമപ്പെടുത്തി നിർത്താനുള്ള ശ്രമങ്ങൾ പഴയതുപോലെ ഫലിക്കുന്നില്ല. അഫ്ഗാനിസ്ഥാനിലായാലും ഇറാനിലായാലും ഇസ്ലാമിക നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഭരണകൂടങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം, ആളുകൾ ജീവൻ പണയം വെച്ച് ഇസ്ലാമിക നിയമങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭരണകൂടങ്ങൾക്കെതിരെ പോരാടുന്ന കാഴ്ച അത് നമ്മൾ കാണുന്നു. അതിനപ്പുറത്തേക്ക് ഇസ്ലാം തന്നെ ഇതൊന്ന് പരുവപ്പെടുത്തിയെടുത്താൽ മാത്രമേ ഇനി ആളുകളോട് പറയാൻ പറ്റുള്ളൂ എന്ന അവസ്ഥയിലേക്ക് മതപ്രചാരകരും മതത്തിന്റെ നേതൃത്വത്തിലുള്ള ആളുകളും തന്നെ എത്തപ്പെടുന്നു. സൗദി അറേബ്യയിൽ നിന്ന് അത്തരം വാർത്തകൾ വരുന്നു. അതിനിടയിൽ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയൊരു വിവാദം നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല. മുജാഹിദ് വിഭാഗത്തിന് അല്ലെങ്കിൽ അക്ബർ സാഹിബൊക്കെ പ്രദാനം ചെയ്യുന്ന വഹാബി പ്രസ്ഥാനത്തിലെ 2 വിഭാഗങ്ങൾ തമ്മിൽ ശക്തമായ ചേരിപ്പോരും, ഖുർആനിനെ പരസ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യാണ് എന്ന് പറയുന്നു. ഒരു വിഭാഗം ഒരു ഖുർആൻ വചനമിറക്കുന്നു. പ്രധാനമായിട്ടും ജിന്ന് എന്ന് പറയുന്ന ഒരു വിഷയത്തെ മുൻനിർത്തിയിട്ട്
ഒരു കാലത്ത് ഇവർ തമ്മിലുണ്ടായിരുന്ന വലിയ ശത്രുതയും വാഗ്വാദങ്ങളും ഒക്കെ ഇടക്കാലത്ത് വന്ന ഈ സ്വതന്ത്ര ഇന്ത്യയും എക്സ് മുസ്ലിം മൂവ്മെന്റും ഇങ്ങനെയൊക്കെ വന്ന് ഒരു 1-2 സംവാദങ്ങളൊക്കെ ആയപ്പം ഇസ്ലാം പൊതുവിൽ അതിൻ്റെ അടിവേരളകുന്നു എന്ന് കണ്ടപ്പോൾ എല്ലാവരും ആ അടിപിടിയും ബഹളമൊക്കെ നിർത്തി തൽക്കാലം ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തുമായിരുന്നു. അതിനിടയിൽ അതൊക്കെ ഇപ്പോൾ ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല, കയ്യിൽ നിന്ന് പോയി എന്നായപ്പോൾ വീണ്ടും അവരുടെ പരസ്പരമുള്ള സ്പർദ്ധയിലേക്കും അടിയിലേക്കും കടന്നിട്ടുണ്ട്. കേരളത്തിലെ ഇവിടുത്തെ മർക്കസു ദഅവ എന്ന് പറയുന്ന ഒരു KNMന്റെ വിഭാഗവും അതുപോലെ തന്നെ വിസ്ഡം ഗ്രൂപ്പ് എന്ന് പറയുന്ന വേറൊരു വിഭാഗവും ഒക്കെ തമ്മിൽ അതിശക്തമായിട്ടുള്ള വാഗ്വാദങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്ഷേപങ്ങളും ഖുർആൻ വെച്ചുകൊണ്ട്, ഖുർആൻ ആയത്ത് വെച്ചുകൊണ്ട് അവർ ഖുർആനിലെ തിരിമറി നടത്തി ഇവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വിശ്വാസത്തിലാണെന്ന് പറയുന്ന അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് മർക്കസു ദഅവയിൽ ഞാൻ ഒരു കാര്യം ഓർമ്മയിൽ നിന്ന് പറയുന്നത്, മർക്കസു ദഅവയിൽ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി ഉദ്ധരിക്കുന്നത് അനുസരിച്ചിട്ടാണെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഖുർആൻ വ്യാഖ്യാനമായിട്ടുള്ള അമാനി മൗലവിയുടെ, മലയാളത്തിലുള്ളതിൽ അമാനി മൗലവിയുടെ തഫ്സീർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഈ അമാനി തഫ്സീറിന്റെ രചയിതാവായിട്ടുള്ള മുഹമ്മദ് അമാനി മൗലവിയുടെ പേരക്കുട്ടിയായിട്ടുള്ള ഒരാള് ഖുർആൻ വചനത്തിന് കൊടുത്ത ഒരർത്ഥം, ആ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഖുർആനിൽ നിങ്ങൾ എന്തെങ്കിലും കണ്ടു അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നൊരു ദിവ്യവചനം ഓതി കിട്ടിയാൽ അതിൻ്റെ പുറകെ നിങ്ങൾ കൂടരുത്, അതിൽ യുക്തി അന്വേഷിക്കാതെ അതിനെ അന്ധമായി അനുകരിക്കരുത് എന്ന് ഖുർആനിൽ വചനമുണ്ട് എന്ന് ഒരു ഖുർആൻ വചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഈ പറയപ്പെടുന്ന അമാനി മൗലവിയുടെ പേരക്കുട്ടി പറയുന്നു. എന്ന് പറഞ്ഞാൽ സ്വന്തം ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്ത കാര്യങ്ങൾ ഖുർആനിൽ ഉണ്ടെങ്കിൽ അതിനെ അന്ധമായി അനുകരിക്കേണ്ടതില്ല എന്ന് ഖുർആനിൽ ആയത്തുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതിനെ എതിർത്തുകൊണ്ട് അത് ഇദ്ദേഹം ദുർവ്യാഖ്യാനം ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിസ്ഡം ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നുള്ള സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി, മറ്റു മുജാഹിദ് ബാലുശ്ശേരി തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ രംഗപ്രവേശം ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് കടന്ന് ഖുർആൻ വചനങ്ങളുടെ അർത്ഥം നേർക്കുനേർ വിപരീതമായിട്ട് വരുന്ന തരത്തിൽ ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് അവർ ഇസ്ലാമിനെ ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്ത ഖുർആൻ വചനങ്ങളെ ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇവർ ആക്ഷേപം ഉന്നയിക്കുന്നു. ഇങ്ങനെ ഒരു വഴിക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ പോകുന്നു. അപ്പൊ പറഞ്ഞു വന്നത്, ഇസ്ലാമിനെ എതിർക്കുക, ഇസ്ലാമിനെ വിമർശിക്കുക എന്ന് പറയുന്നത്, അതിൻ്റെ ഇസ്ലാമിൻ്റെ ഒരു വളർച്ച, അതിൻ്റെ കുത്തൊഴുക്ക് എന്നൊക്കെ പറയുന്നത് എന്താണ് എന്ന് കൃത്യമായ ബോധ്യമുള്ള അക്ബർ സാഹിബ് പതിറ്റാണ്ട് മുമ്പ് പറഞ്ഞു നടന്നിരുന്ന ഒരു കണക്കിലേക്ക് തിരിച്ചു പോവുകയാണ്. പ്യൂർ റിസർച്ച് ഫൗണ്ടേഷൻ പറയുന്നതനുസരിച്ച് 2070 ആകുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ അനുയായികളുള്ള മതം ഇസ്ലാമായി മാറും എന്ന ഒരു വിശ്വാസത്തിലേക്ക്, ഒരു ആശ്വാസത്തിലേക്ക് അദ്ദേഹം പത്തി താഴ്ത്തുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇസ്ലാമിലേക്ക് യൂറോപ്പിലും പുറത്തുമെല്ലാമുള്ള സത്യാന്വേഷികളായ ആളുകൾ കൂട്ടമായി കടന്നു വരുമ്പോൾ അതിനെതിരെ ആദർശപരമായി ഒന്നും ചെയ്യാൻ കഴിയാത്തവർ, ഇസ്ലാമിനെ കുറിച്ച് ആരും പഠിക്കാൻ സന്നദ്ധമാകരുത്, മനസ്സിലാക്കാൻ ഒരുമ്പെടരുത് എന്ന് കരുതിക്കൊണ്ട് നിർമ്മിക്കുന്ന നാടകങ്ങളാണ് ഇസ്ലാമോഫോബിയയുടെ നാടകങ്ങളും ഇസ്ലാം വെറുപ്പിന്റെ നാടകങ്ങളുമെല്ലാം. കുറെ മറുപടി പറയേണ്ടതും മറുപടി പറയേണ്ടാത്തതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതേസമയത്ത് യൂറോപ്പ് ആകെ ഇസ്ലാമിലേക്ക് ഒഴുകുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഒഴുക്ക് ലോകത്തെവിടെയും ഇസ്ലാമിലേക്ക് നടക്കുന്നില്ല. ഒറ്റപ്പെട്ട കൺവേർഷൻസ്, അതിന് പല കാരണങ്ങളുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളുണ്ട്, സാമ്പത്തികമായിട്ടുള്ള കാരണങ്ങളുണ്ട്, വിശ്വാസപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതിലൊന്നും യാതൊരു തർക്കവും. പക്ഷേ ഇതിനർത്ഥം ഒരു പ്രദേശമോ അല്ലെങ്കിൽ ഒരു ജനതയോ ഒന്നാകെ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു അതിവായനയാണ്. അത് അതിര് കടന്ന ഒരു അവകാശവാദമാണ്. അങ്ങനെ ഒരു വസ്തുത ഇല്ല. യൂറോപ്പിൽ നിന്നല്ല, ലോകത്തെവിടെയും ഇസ്ലാമിലേക്ക് അങ്ങനെ ആളുകൾ കൂട്ടമായി ഒഴുകി വരുന്നില്ല. അപ്പൊ അക്ബർ സാഹിബ് ഇവിടെ പറയുന്നത്, അങ്ങനെ ആളുകൾ ഒഴുകി വരുന്നത് കാണുമ്പോൾ അത് തടയാൻ ആദർശപരമായിട്ടൊന്നും ചെയ്യാനില്ലാതെ ഇസ്ലാമിനെ കുറിച്ച് ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കി, ഇല്ലാത്ത ഭയമുണ്ടാക്കി ഇസ്ലാമോഫോബിയ വളർത്തുകയാണ് എന്നാണ് അക്ബർ സാഹിബ് പറയുന്നത്. ഇസ്ലാമോഫോബിയ ഒരു പ്രത്യേക വിഷയമാണ്. ഇവിടെ ഇദ്ദേഹം അതാണ് പറയുന്നത്. ഇസ്ലാം വിമർശനത്തിന്റെ കാരണം എന്ന് പറയുന്നത് യൂറോപ്പ് ആകെ ഇസ്ലാമിലേക്ക് ഒഴുകുമ്പോൾ, ലോകം എന്താകെ ഇസ്ലാമിന്റെ ആശയം അതിൽ ആകൃഷ്ടരായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ തടയിടാൻ കഴിയാത്ത പാപ്പരത്വമാണ് ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങളായിട്ടും ആക്ഷേപങ്ങളായിട്ടും നിലനിൽക്കുന്നത് എന്നാണ് അക്ബർ സാഹിബിന്റെ വാദം. ഇനി അദ്ദേഹം അതിന് വളരെ പ്രധാനപ്പെട്ട 2 തെളിവുകൾ തരുന്നുണ്ട്. ആ തെളിവുകളിലേക്ക് പോകാം. പക്ഷേ ഈ നാടകങ്ങളെല്ലാം ഒരു തലത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇസ്ലാമിനെ വെറുക്കാൻ പഠിപ്പിച്ച ആളുകൾ തന്നെ പരിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇസ്ലാമിന്റെ സത്യത അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകുന്നത് ഇസ്ലാമിന്റെ ശത്രുക്കളെ, സത്യത്തിന്റെ ശത്രുക്കളെ തെല്ലൊന്നുമല്ല അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ ശത്രുക്കളെ, സത്യത്തിന്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഈസ് ഈക്വൽ ടു സത്യം, അല്ലെങ്കിൽ ഇസ്ലാമാണ് സത്യം. ഇത് പറയാതിരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഇടയിലൂടെ കയറ്റി വെച്ച് പറഞ്ഞ് സംതൃപ്തി അടഞ്ഞ് സായുജ്യമടഞ്ഞ് പോവാണ്. ഇനി ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് മുന്നിൽ നിന്നിരുന്ന പല ആളുകളും ഇസ്ലാമിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. 2011 ആ ഒരു റിസർച്ച് പേപ്പറിന്റെ മറ പിടിച്ചുകൊണ്ട് അക്ബർ സാഹിബിന് 2003-2005 കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോവാണ്.
നമുക്കറിയാം, സ്വിറ്റ്സർലാൻഡിൽ ഇനി ഒരു പള്ളി വേണ്ട എന്ന് പറഞ്ഞ് ആന്റി മിനാരറ്റ് ക്യാമ്പയിൻ നടത്തിയിരുന്ന അതിന്റെ മുന്നിൽ നിന്നിരുന്ന ഡാനിയൽ ശ്രീഷ് എന്തുകൊണ്ട് പള്ളി പാടില്ല എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ പഠിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഇസ്ലാമിലെത്തുകയും ഇന്ന് സ്വിറ്റ്സർലാൻഡിൽ ഏറ്റവും വലിയ പള്ളി നിർമ്മിക്കുന്നതിന്റെ കമ്മിറ്റിയുടെ ചെയർമാനായി സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. 2003, 2005, 2007 മീൻസ് 2005 ഇസ്ലാമിലേക്ക് വന്നു, 2007 2009 ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് പറയപ്പെടുന്ന അത്രമേൽ പ്രസിദ്ധനല്ലാത്ത, കാര്യമായിട്ട് നിങ്ങൾ പെട്ടെന്ന് തെരഞ്ഞാൽ വലിയ വിവരങ്ങളൊന്നും കിട്ടാത്ത ഒരു വ്യക്തിയുടെ ഇസ്ലാം ആശ്ലേഷണത്തെക്കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം പള്ളി വേണ്ട എന്ന സമരമൊക്കെ നടത്തിയതിന് ശേഷമാണ് എന്തുകൊണ്ട് പള്ളി പാടില്ല എന്ന് ഖുർആനിൽ പരതാൻ തുടങ്ങിയത് എന്നുള്ളതാണ്. അതൊരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു സാധനമായിട്ട് കയ്യിൽ വെച്ചോ. ഒരു തെളിവും കൂടി അദ്ദേഹം തരും, എന്നിട്ട് നമുക്ക് രണ്ടും കൂടെ ചേർത്ത് മറുപടി പറയാം. യൂറോപ്പിൽ പടർന്നുകൊണ്ടിരിക്കുന്ന രോഗമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ആ രോഗത്തെ പ്രതിരോധിക്കേണ്ടത് യൂറോപ്യൻ മനുഷ്യാവകാശങ്ങളുടെ അടിത്തറയിൽ ജീവിക്കുന്ന ആളുകളുടെ അനിവാര്യമായ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചാരണം നടത്തിയിരുന്ന ജെറോം വാൻ ക്ലിയറൻ, അദ്ദേഹം ഇന്ന് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നത്, ഇസ്ലാമിനെ വിമർശിക്കുന്നതിന് വേണ്ടി, പരിശുദ്ധ ഖുർആനെ വിമർശിക്കുന്നതിന് വേണ്ടി പുസ്തകം എഴുതാൻ തുടങ്ങിയ അദ്ദേഹം ഇന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആനിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടുള്ള പുസ്തകമാണ്. ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് യൂറോപ്പിന്റെ മണ്ണിൽ നിന്ന് ആ പുസ്തകം പുറത്തിറങ്ങും. സാക്ഷാൽ അള്ളാന്റെ കയ്യിൽ നിന്ന് 14 നൂറ്റാണ്ട് മുമ്പ് അത്ഭുതകരമായി കൊടുത്തയക്കപ്പെട്ട ഗ്രന്ഥം കയ്യിലുണ്ടായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ യൂറോപ്പിൽ നിന്ന് ഒരു മുൻ മുസ്ലിം വിരുദ്ധൻ അല്ലെങ്കിൽ ഇസ്ലാമിക വിരുദ്ധൻ ഇപ്പൊ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഇസ്ലാമിനെ പുകഴ്ത്തിക്കൊണ്ടെഴുതുന്ന യൂറോപ്പിന്റെ മണ്ണിൽ നിന്ന് പുറത്തിറങ്ങുന്ന പുസ്തകത്തെ കാത്ത് അക്ബർ സാഹിബ് ഇരിപ്പാണ്. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. ഇസ്ലാമിലേക്ക് ആളുകൾ യൂറോപ്പിലും ഇന്ത്യയിലും തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ വരുന്നുണ്ട്. പല ആളുകൾ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അത് എല്ലാം ഇസ്ലാമികമായ ആശയാദർശങ്ങളിൽ ആകൃഷ്ടരായി ആത്മീയമായ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടി ജീവിതത്തെക്കുറിച്ചുള്ള എല്ലാ കാഴ്ചപ്പാടുകളിലേക്കും, അല്ലെങ്കിൽ ഇസ്ലാം അവകാശപ്പെടുന്നത് പോലെ എല്ലാ കാര്യങ്ങളും അത് പൂർണ്ണമായും ശരിയാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം പുൽകുന്നവരുടെ എണ്ണം എത്രയാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് കണക്കെടുക്കേണ്ടതാണ്. നമ്മുടെ മുമ്പിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട കുറച്ച് ഇസ്ലാം കൺവേർഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പൊ കേരളത്തിലേക്ക് എടുത്താൽ, കേരളത്തിൽ പറയുകയാണെങ്കിൽ കമല സുരയ്യ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായി എന്നും ഇസ്ലാം സ്വീകരിച്ചു എന്നും പറഞ്ഞു നടന്നതിന്റെ പിന്നാമ്പുറത്തെ കഥകൾ പിന്നീട് പുറത്തു വന്നത് അവരുടെ ആത്മകഥയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളോട് പറഞ്ഞതുമായി ബന്ധപ്പെട്ടൊക്കെ പിന്നീട് അതിനെ സംബന്ധിച്ച വിവരങ്ങൾ അനവധി പുറത്തു വന്നതാണ്. അതൊരു തരം മതപരിവർത്തനമാണ്. അപ്പൊ ഇങ്ങനെ കമല സുരയ്യ ഇസ്ലാം മതത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ആ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് യൂറോപ്പിലും ആഫ്രിക്കയിലും ഒക്കെ നടന്നിട്ട് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹിത്യകാരി, എഴുത്തുകാരി അവർ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് ബാനർ ഒട്ടിച്ച് നടക്കാൻ പറ്റും. ഈ അടുത്ത കാലത്ത്, ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ച മുൻപാണ് ഇസ്ലാമിക വേദികളിൽ പോയി മുഹമ്മദിന്റെ പ്രകീർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹിത്യകാരൻ, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ നമ്മൾ കണ്ടത്. സച്ചിൻ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. എത്രയോ ശരിയും തെറ്റുമായിട്ടുള്ള കഥകൾ, ആളുകൾ, സെലിബ്രിറ്റികൾ അവര് ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് പോസ്റ്റർ അടിച്ച് പറത്തുക എന്ന് പറയുന്നത് എനിക്ക് ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ, ഈ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് പണ്ടൊക്കെ നമ്മൾ വീടുകളിലേക്കൊക്കെ വരുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ മാർക്കറ്റിങ്ങിന് വരുന്ന ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട തന്ത്രമാണ്, അപ്പുറത്തുള്ള ഇത്താത്ത മേടിച്ചു അല്ലെങ്കിൽ ഇപ്പുറത്തെ ചേട്ടൻ മേടിച്ചു, അവർ 2 എണ്ണം മേടിച്ചു, അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് ഇത് മേടിക്കുന്നില്ല എന്ന തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രം എന്ന രീതിയിൽ ഇത് പോസ്റ്റർ ഒട്ടിച്ച് ചില പ്രധാനപ്പെട്ട ആളുകൾ അവർ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് പോസ്റ്റർ ഒട്ടിച്ച് കൂടുതൽ ആളുകളെ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരാക്കാനുള്ള ഒരു തന്ത്രം എന്ന നിലക്ക് കാലാകാലങ്ങളായിട്ട് ലോകത്ത് മതപരിവർത്തനം ഒരു തൊഴിലാക്കി, മതപരിവർത്തനം ഒരു മതപരമായ ലക്ഷ്യമായി മുന്നോട്ട് പോകുന്ന ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. നമ്മുടെ കേരളത്തിൽ തന്നെ പള്ളി ഇമാമന്മാരായിട്ടുള്ള എത്രയോ പേര് ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയിട്ട് പിന്നീട് അവിടെ പുരോഹിതന്മാരായിട്ടുണ്ട്. പള്ളിയിൽ പാതിരിമാരായിരുന്ന പലരും ഇസ്ലാം സ്വീകരിച്ചിട്ട് അവരെ കൊണ്ട് തെരുവുകൾ തോറും നടന്ന് ക്രിസ്ത്യാനിറ്റിക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കും. തമിഴ്നാട്ടിൽ നിന്ന് വേറൊരാൾ ഇസ്ലാം മതം സ്വീകരിച്ചത് അവർ തന്നെ പറഞ്ഞത് അവരവരുടെ രാഷ്ട്രീയ തീരുമാനമാണ് എന്നാണ്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്ന അവരുടെ രാഷ്ട്രീയ ബോധ്യത്തിന്റെ ഒരു പ്രതികരണം എന്ന രീതിയിൽ അവരോട് ഐക്യപ്പെട്ടുകൊണ്ട് അവർ ആ മതത്തിന്റെ ഭാഗമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ ശബരിമല കേസിൽ കണ്ടത്. ശബരിമല കേസ് മീൻസ് ശബരിമല എന്ന് പറയുന്ന ഒരു തമിഴ് പ്രവർത്തക, ഒരു സാംസ്കാരിക പ്രവർത്തക ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ. അപ്പൊ ഇത്തരം പോസ്റ്ററുകൾ എന്ന് പറയുന്നത് അക്ബർ സാഹിബിനെ പോലെ ഒരാള് കേരളത്തിൽ ഇസ്ലാം മതത്തിന് വേണ്ടി എന്തോരം പണിയെടുത്ത ആളാണ്. ഇപ്പം അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിന് ആശ്രയമാകുന്നത് അങ്ങ് അമേരിക്കയിലോ കാനഡയിലോ സ്വിറ്റ്സർലൻഡിലോ പണ്ടെന്നോ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് പറയപ്പെടുന്ന 2-3 ആളുകളുടെ പേരുകളും പ്യൂ റിസർച്ച് സെന്ററിന്റെ ഒരു കണക്കും എടുത്തു വെച്ചുകൊണ്ട് ഇസ്ലാം ശരിയാണ് എന്ന് സ്ഥാപിക്കേണ്ടുന്ന ഗതികേടിലേക്ക് അക്ബർ സാഹിബ് കൂപ്പുകുത്തിയിരിക്കുന്നു എന്നതാണ് കേരളത്തിൽ കഴിഞ്ഞ ഒരു 3-4 പതിറ്റാണ്ട് ഇസ്ലാമിക ദഅവ പ്രവർത്തനം നടത്തിയിട്ട് അക്ബർ സാഹിബ് ഇസ്ലാമിന് സമ്മാനം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, കേരളത്തിൽ ഇസ്ലാമിന്റെ മുഖം വികൃതമാക്കുന്നതിൽ
ഇസ്ലാം ഇത്രമേൽ അപഹസിക്കപ്പെടുന്നതിൽ, പരിഹസിക്കപ്പെടുന്നതിൽ, ഇസ്ലാമിക പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുകയും ആക്ഷേപം നേരിടുകയും ചെയ്യുന്ന കഥകൾ മുഴുവൻ പുറത്തിട്ടതും അതിനെ ന്യായീകരിച്ചതും അക്ബർ സാഹിബാണ്. കേരളത്തിലെ ഇസ്ലാമിന്റെ ഇന്നത്തെ വികൃത മുഖത്തിന്റെ ഒറ്റ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞാൽ അത് അക്ബർ സാഹിബാണ്. പിന്നെ പേരിന് എടോം വലം നിന്ന് നമ്മുടെ സിംസാറുൽ ഹക്കും അലിയാർ കാസിമിയും മുജാഹിദ് ബാലുശ്ശേരിയൊക്കെ താന്താങ്ങളാലാവുന്ന ഒരു എന്താ പറയാ സംഭാവന ഈ കാര്യത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇസ്ലാം മതം സ്വീകരിക്കുന്നു, ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നു എന്നതിന്റെ ഒരു കഥ. രണ്ടാമത്തത്, നേരത്തെ പറഞ്ഞ രണ്ട് വ്യക്തികളും ഇസ്ലാമിനെ അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങളെ എതിർക്കുന്നു. ലോകത്തെമ്പാടും വലതുപക്ഷ രാഷ്ട്രീയ അല്ലെങ്കിൽ ശക്തികൾ, വംശീയമായ ചേരിതിരിവ് അല്ലെങ്കിൽ വംശീയവാദികൾ, മുസ്ലിം വിരുദ്ധ പ്രത്യയശാസ്ത്രം കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. മുസ്ലിം വിരുദ്ധതയും ഇസ്ലാം വിരുദ്ധതയും കാരണമില്ലാതെ അവരുടെ കേവലമായ രാഷ്ട്രീയ ആവശ്യങ്ങളെ മുൻനിർത്തി പറയുന്ന, അതിലിടപെടുന്ന, അത്തരം ആക്ടിവിസത്തിൽ ഏർപ്പെടുന്ന ആളുകൾ ലോകത്തെമ്പാടുമുണ്ട്. ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്. ഇതും ഇസ്ലാം വിമർശനവും രണ്ടാണ്. ഇസ്ലാമിനെ ആശയപരമായി വിമർശിക്കുന്നതും മുസ്ലിങ്ങളോട് ഒരു വിഭാഗം ജനത എന്ന നിലക്ക് തന്നെ അവരോട് വെറുപ്പും അവരോട് അമർഷവും അവരോട് ഒരു എന്താ പറയുക മാനുഷികമല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റമൊക്കെ പ്രകടിപ്പിക്കുന്നത് രണ്ടും രണ്ട് കാര്യമാണ്. അപ്പൊ ഏതെങ്കിലും ഒരു മുസ്ലിം വിരുദ്ധൻ, മുസ്ലിം വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവൻ പിന്നീട് ഒരു കാലത്ത് അത് ഇസ്ലാമിനെ മനസ്സിലാക്കി അല്ലെങ്കിൽ അതിൽ മനസ്താപം ഉണ്ടായിട്ട് തിരിച്ച് ഇസ്ലാം മതം സ്വീകരിക്കുക എന്നത് ഒരുപക്ഷെ ഒരു പ്രായശ്ചിത്തമായിരിക്കാം, ഒരുപക്ഷെ അത് അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള തിരുത്തലായിരിക്കാം, അവരുടെ രാഷ്ട്രീയപരമായ ഒരു തെറ്റുതിരുത്തലായിരിക്കാം. അങ്ങനെ ഇസ്ലാം മതം സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. ബാബരി മസ്ജിദ് പൊളിച്ചതിൽപ്പെട്ട ഒരാള് പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചു എന്നൊരു കഥ ഇവിടെ പറഞ്ഞു കേട്ടിരുന്നു. അതിന്റെ സത്യാവസ്ഥ എനിക്ക് അറിയത്തില്ല, ഞാൻ അന്വേഷിച്ചിട്ടില്ല. അപ്പൊ ഇത്തരം സംഭവങ്ങൾ എന്ന് പറയുന്നതൊക്കെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നേരത്തെ പറഞ്ഞ രണ്ട് ഉദാഹരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം എന്താ വെച്ചാൽ, അവർ ഇസ്ലാമിനെ എതിർത്തുകൊണ്ടിരുന്നു ആദ്യം, പിന്നീട് അവരെ എതിർത്തുകൊണ്ട് പുസ്തകം എഴുതാൻ വേണ്ടി ഖുർആൻ വായിച്ചു എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ അവർ ആശയപരമായി ഇസ്ലാമിനെ വിമർശിച്ചിരുന്നവരായിരുന്നില്ല എന്ന് മനസ്സിലാക്കാം. അത്തരം ആളുകൾ ഇസ്ലാമിലേക്ക് വരാ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് വരാം, ഒരു ഐക്യദാർഢ്യമായിട്ട് വരാം, ഒരു പ്രായശ്ചിത്തമായിട്ടും ഇസ്ലാമിലേക്ക് വരാം. ഇനി ഇതൊന്നുമല്ല, ഖുർആൻ വായിച്ചപ്പോൾ അതാണ് ശരി എന്ന് ബോധ്യപ്പെട്ട് തിരിച്ച് ഇസ്ലാമിലേക്ക് വന്നുകൂടായികയൊന്നുമില്ല. അങ്ങനെ വന്ന ആളുകൾ ഉണ്ടായിരിക്കാം, അതിൽ നമ്മൾക്ക് തർക്കമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം അവിടെ സ്പഷ്ടമാണ്, അവർ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാതെയാണ് ഇസ്ലാമിനെ എതിർത്തിരുന്നത്. അതൊരു വാസ്തവമാണ്. എന്നാൽ അതാണോ ഇസ്ലാം നേരിടുന്ന വിമർശനങ്ങളുടെ പൊതുചിത്രം എന്ന് അക്ബർ സാഹിബ് ആലോചിച്ചാൽ മതി. കേരളത്തിലെ കാര്യം എടുക്കാം, വ്യക്തിപരമായിട്ട് എൻ്റെ കാര്യം എടുക്കാം. ഞാൻ ഇസ്ലാം മതത്തെ വിമർശിക്കുന്നത് മുസ്ലിങ്ങളോട് എന്തെങ്കിലും വെറുപ്പുള്ളത് കൊണ്ടാണെന്ന് അക്ബർ സാഹിബ് പോലും പറയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വേറെ രാഷ്ട്രീയ താല്പര്യമുള്ളത് കൊണ്ടാണെന്നോ ഇദ്ദേഹം പറഞ്ഞു വരാൻ ശ്രമിക്കുന്ന ഈ വലതുപക്ഷ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയ ചേരികളുടെ വക്താക്കളായിട്ട് അല്ലെങ്കിൽ അതിനു വേണ്ടി പണിയെടുക്കുന്നവരാണെന്നോ അക്ബർ സാഹിബിന് എന്നെ കുറിച്ച് പറയാൻ കഴിയുമോ എന്നെനിക്ക് സംശയം. അക്ബർ സാഹിബിന് പോലും പറയാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പൊ അവിടെ ആശയപരമായ വിമർശനമാണ്. ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തെ മുൻനിർത്തിയിട്ട് ഇവിടെ നിങ്ങൾ കാണിച്ചു കൂട്ടിയിരുന്ന വ്യാഖ്യാന കസർത്തുകളും സംവാദങ്ങളും നിങ്ങളുടെ അവകാശവാദങ്ങളും യുക്തിഭദ്രമായി ഖുർആനികമായി ഹദീസിന്റെ വെളിച്ചത്തിൽ ഇസ്ലാമിക ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ വിമർശിക്കപ്പെടുന്നു, വായിക്കപ്പെടുന്നു എന്നതാണ് ഇസ്ലാം വിമർശനം. അപ്പൊ ഇസ്ലാം വിമർശനം വേറെ, മുസ്ലിം വിരുദ്ധ പ്രവർത്തനം വേറെ. മുസ്ലിം വിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ആരെങ്കിലും പിന്നീട് അതിൽ പ്രായശ്ചിത്തം തോന്നി, പശ്ചാത്താപം തോന്നി, അല്ലെങ്കിൽ പിന്നീട് ഈ മുസ്ലിം വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ ഇടയിൽ തന്നെയുള്ള ചില സ്വതന്ത്ര ചിന്താ പ്രവർത്തകരൊക്കെ ചെയ്യുന്നു കൂട്ടുന്ന കുടില പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പക്ക ഫ്രോഡ് പരിപാടിയാണ്, ഒരു സംശയമൊന്നുമില്ല. അത്തരം ഫ്രോഡ് പരിപാടികളിൽ പെട്ട് അത് ഫ്രോഡായിരുന്നു എന്ന് മനസ്സിലാകുമ്പോൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വരിക, അല്ലെങ്കിൽ ഒരു തെറ്റുതിരുത്തൽ എന്ന രീതിയിൽ ഇസ്ലാം പുൽകുക എന്നൊക്കെ പറയുന്നുള്ള സാധ്യതകളുണ്ട്, അത് സംശയമൊന്നുമില്ല. ഞാൻ ഇത്രയൊക്കെ പറയുമ്പോൾ അയ്യൂബ് മൗലവിയുടെ കാര്യം കൂടി പറഞ്ഞിട്ടങ്ങ് പോകാം. കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് തിരിച്ചുപോയ വ്യക്തികളിൽ ഒരാളാണല്ലോ അയ്യൂബ് മൗലവി. ആ പോക്കിൽ ഈ പറയപ്പെടുന്നത് പോലത്തെ ഒരു എലമെന്റ് ഉണ്ട് എന്ന് ഞാൻ സ്വാഭാവികമായിട്ടും, അതിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് സ്വാഭാവികമായിട്ടും സംശയിക്കുന്നു. കാരണം അദ്ദേഹം ചെന്നുപെട്ട ഇസ്ലാമിക വിമർശന മേഖല, അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ഏരിയ, അതുമായി ബന്ധപ്പെട്ട പ്രതലങ്ങളിലൊക്കെ വളരെ വികൃതമായ തരത്തിലുള്ള മുസ്ലിം വിരുദ്ധത തളം കെട്ടിക്കിടക്കുന്നത് നമ്മൾ ഇന്ന് പോകെ പോകെ വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കണം. അപ്പൊ അത്തരം ഒരു പ്രതലത്തിൽ എത്തിപ്പെട്ട് അത്തരം ഒരു മേഖലയിൽ പ്രവർത്തിച്ച് അതിനകത്ത് കയറി നിന്ന് ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഈ പ്രവർത്തനത്തിന്റെ ഉദ്ദേശം കേവലമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തിയിട്ടുള്ള മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കലാണ്, മുസ്ലിം വെറുപ്പുൽപാദനമാണ്, അതുവഴി ഇവിടെ വേറെന്തോ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിടുപണി ചെയ്യലാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനേക്കാൾ ഭേദം തിരിച്ച് ഇസ്ലാമിലേക്ക് പോകലാണ്, അതാണ് രാഷ്ട്രീയമായും ധാർമ്മികമായും മാന്യത എന്ന് തിരിച്ച് അറിഞ്ഞതുകൊണ്ട് ഒരു പക്ഷേ അയ്യൂബ് മൗലവി ഇസ്ലാമിലേക്ക് പോയതായിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ അടുത്ത കാലത്ത് കലങ്ങി തെളിഞ്ഞു വന്ന ചില ചിത്രങ്ങളിൽ നിന്ന് വായിച്ചെടുക്കുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇത് ഇസ്ലാമിലേക്ക് ഒരാൾ വരുന്നു, ഇസ്ലാമിനെ എതിർക്കുന്നവർ വരുന്നു, മുസ്ലിം വിരുദ്ധതയുടെ പ്രചാരകരായിരുന്നവർ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട്, അതിനിങ്ങനെ ചില സാഹചര്യങ്ങളുണ്ട്. അതും ഇസ്ലാം വിമർശനാതീതമാണ് എന്നതും
രണ്ടും രണ്ട് കാര്യങ്ങളാണ് എന്ന് അക്ബർ സാഹിബിന് മനസ്സിലാവാത്തതൊന്നുമല്ല. ഇനി എന്തായാലും ഇപ്പൊ ആശ്വാസം കണ്ടെത്തുന്ന രീതിയാണ്. നമുക്ക് എന്തായാലും കുറച്ചുകൂടി കേൾക്കാം. ഞാൻ സൂചിപ്പിക്കുന്നത് ഇസ്ലാമിനെ വിമർശിക്കുവാനും വെല്ലുവിളിക്കുവാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തമസ്കരിക്കുവാനും പരിശുദ്ധ ഖുർആനിനെ തെറ്റിദ്ധരിപ്പിക്കുവാനും എല്ലാം പരിശ്രമിച്ച ആളുകൾ പോലും ഖുർആനിന്റെ വെളിച്ചവും പ്രവാചക ജീവിതത്തിന്റെ പ്രഭയുമെല്ലാം അനുഭവിച്ചറിയുമ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു എന്നത് മനുഷ്യരുടെ മസ്തിഷ്കത്തെയും മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തെയും എല്ലാം ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന മുതലാളിത്തത്തിനും ലിബറലിസത്തിനും അതിന്റെ അനുഗുണമായി അനുരണനമായി സ്ഥിതി ചെയ്യുന്ന ആത്മീയതയുടെ മതത്തിന്റെ ആളുകൾക്കും പൗരോഹിത്യ മതത്തിന്റെ ആളുകൾക്കുമെല്ലാം ഇസ്ലാം അതുകൊണ്ട് തന്നെ എതിർപക്ഷത്താവുകയും ഇസ്ലാമിനെതിരെയുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ഇസ്ലാമിനെ കുറിച്ച് ആരും പഠിച്ചു പോകരുത് എന്ന് കരുതി ഇത്തരത്തിലുള്ള വൃത്തികെട്ട കഥകൾ പ്രവാചകനെയും പരിശുദ്ധ ഖുർആനിനെയും കുറിച്ച് പ്രചരിപ്പിച്ച് ആളുകൾക്കിടയിൽ ഭയമുണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകക്രമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? മനസ്സിലായവർ മനസ്സിലായി എന്നൊന്ന് പറയും. എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല എന്താണ് ഇദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹം പറഞ്ഞതിന്റെ ആകത്തുക ആയിട്ട് നമുക്ക് അരിച്ചു പെറുക്കി എടുക്കാവുന്ന ഒരു സാധനം. ഇദ്ദേഹം വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ ബ്രീത്തിങ് സ്പേസ് എല്ലാം കൂടെ വലിയൊരു സെന്റൻസ് ആണ്. അപ്പൊ അതൊക്കെ ഞാൻ പാകത്തിന് അതിന്റെ ഇടയിലെ ഗ്യാപ്പൊക്കെ കളഞ്ഞ് പരമാവധി സ്പീഡാക്കിയിട്ട് എടുത്തതാണ്. ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് മുതലാളിത്തം, ലിബറലിസം, കുറെ സാധനങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ആദർശപരമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റാതെ യൂറോപ്പ് ആകെ ഇസ്ലാമിലേക്ക് വരുന്നത് കൊണ്ട് ഭയവിഹ്വലരായ ഇസ്ലാമിന്റെ ശത്രുക്കൾ മുഹമ്മദ് നബിയെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞ് ഇസ്ലാമിനെ കുറിച്ചും ഖുർആനെ കുറിച്ചും ഇല്ലാത്തത് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ആളുകൾ ഭയം ജനിപ്പിച്ച് ഇസ്ലാമിനെ കുറിച്ച് ആരും മനസ്സിലാക്കരുത്, ആരും ഇസ്ലാമിലേക്ക് പോകരുത് എന്ന തരത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ് എന്നൊക്കെയാണ് ഇദ്ദേഹം പറയാൻ ശ്രമിച്ചത്. വാസ്തവത്തിൽ അങ്ങനെയൊന്നുമില്ല. എന്താണ് സംഭവം? നമുക്കൊന്നുകൂടി കുറച്ചുകൂടി മുന്നോട്ട് പോകാം. ഇതിൽ ഇദ്ദേഹം പറഞ്ഞ ഒരു ഭാഗത്ത് തിരുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇസ്ലാമിനെതിരെയുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ഇസ്ലാമിനെ കുറിച്ച് ആരും പഠിച്ചു പോകരുത് എന്ന് കരുതി ഇത്തരത്തിലുള്ള വൃത്തികെട്ട കഥകൾ പ്രവാചകനെയും പരിശുദ്ധ ഖുർആനിനെയും കുറിച്ച് പ്രചരിപ്പിച്ച് ആളുകൾക്കിടയിൽ ഭയമുണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകക്രമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിന്റെ പല ലക്ഷ്യങ്ങളിൽ ഒന്ന് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കലാണ്. മറ്റൊരു ലക്ഷ്യം പറയും. അപ്പൊ ഇദ്ദേഹം ഇവിടെ പറഞ്ഞത് ഇസ്ലാമിനെ കുറിച്ച് ആരും മനസ്സിലാക്കരുത്, ഇസ്ലാമിലേക്ക് ആകും പോകരുത് എന്നതിനു വേണ്ടി മുഹമ്മദ് നബിയെ കുറിച്ച് ഇല്ലാ കഥകൾ പറയുന്നു, ഇസ്ലാമിനെ കുറിച്ച് ആളുകൾക്ക് ഭയം ജനിപ്പിക്കുന്ന സംഭവങ്ങൾ പറയുന്നു, ആയത്തുകൾ ഉദ്ധരിക്കുന്നു എന്നൊക്കെയാണ്. എന്റെ കാര്യത്തിൽ വളരെ കൃത്യമാണ്. ഇസ്ലാമിനെ കുറിച്ച് ആളുകൾ പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ തവണ നമ്മുടെ ഷജീറുമായി ബന്ധപ്പെട്ട് ഷജീർ 10,000 ഉറുപ്പിക കൊണ്ട് വന്നപ്പോൾ നമ്മൾ പറഞ്ഞ എന്താ, അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 ഖുർആൻ പരിഭാഷ വായിച്ച് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കും എന്നാ പറഞ്ഞു. ഷജീർ 10,000 തന്നില്ല, അത് വേറെ കാര്യം. ഷജീറിന് മണ്ണ് കുഴച്ചത് നമ്മൾ ഖുർആനിൽ നിന്ന് എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ വെല്ലുവിളി നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഷഹാദത്തും പിന്നെ വേറെന്തോ ഒരു ടൈറ്റിൽ ഇട്ടിട്ടുണ്ട്. ആ ടൈറ്റിൽ നമ്മൾ കൃത്യമായിട്ട് മണ്ണ് കുഴച്ച് ഷജീറിന് കൈ കൊടുക്കും. അപ്പോഴെങ്കിലും ഷജീർ 10,000 തരാണ്. അതുകൊണ്ടും നമ്മൾ ഖുർആൻ പരിഭാഷ വാങ്ങിയ ആളുകൾക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഖുർആനെ കുറിച്ച് പഠിക്കാതിരിക്കണം, ഖുർആൻ ആരും തുടരുത് വായിക്കരുത് എന്നല്ല. ഖുർആൻ അർത്ഥമറിഞ്ഞ് ആശയമറിഞ്ഞ് പഠിക്കണം, വായിക്കണം. എന്താണ് ഇസ്ലാം? ഉസ്താദുമാർ പറഞ്ഞു തന്ന കഥകൾക്കപ്പുറത്തേക്ക് എന്താണ് ഇസ്ലാം? ഇസ്ലാമിന്റെ മതപരമായ അടിത്തറ എന്താണ്? ദൈവവിശ്വാസപരമായ അടിത്തറ എന്താണ്? ഇസ്ലാമിന്റെ രാഷ്ട്രീയ സ്വഭാവം എന്താണ്? അതിന്റെ സാമൂഹ്യ നിയമങ്ങൾ എന്താണ്? പഠിക്കണം എന്നാണ് നമ്മൾ പറയാം. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരും ഇസ്ലാമിനെ കുറിച്ച് നോക്കരുതേ, വായിക്കരുതേ, ഖുർആൻ എടുക്കരുതേ, അത് അപകടമാണ് എന്ന് പറയുന്നത്? അത് വായിക്കണം എന്നാ പറയുന്നത്. നിങ്ങൾ ഖുർആൻ വായിക്കൂ എന്നാ പറയുന്നത്. എനിക്കിപ്പോൾ ക്യാമറ തിരിച്ച് എൻ്റെ ഷെൽഫ് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ ഷെൽഫിൽ ഇസ്ലാം മത വിമർശനം എന്ന രീതിയിലുള്ള ഒരു പുസ്തകവും ഇല്ല. എൻ്റെ ഷെൽഫിലുള്ളതും എൻ്റെ ശേഖരത്തിലുള്ളതും മുഴുവൻ ഇസ്ലാമിക പുസ്തകങ്ങളാണ്. ഞാൻ വായിച്ചതും ഇസ്ലാമിക പുസ്തകങ്ങളാണ്. ഇസ്ലാം മതത്തെ വിമർശിക്കാൻ വേണ്ടി എഴുതപ്പെട്ട ഒരു പുസ്തകവും ഞാൻ വായിച്ചിട്ടില്ല. അപൂർവമായിട്ട് ഏതെങ്കിലും ഒരു പുസ്തകത്തിന്റെ ഏതെങ്കിലും പേജൊക്കെ എവിടെ വെച്ചെങ്കിലും യാദൃച്ഛികമായിട്ട് വായിച്ചിരിക്കാം എന്നതിനപ്പുറത്തേക്ക്, ഇപ്പം ആരെങ്കിലും ഒരാൾ ഒരു പുസ്തകം സമ്മാനമായിട്ട് തരുമ്പോൾ 2-3 പേജ് വായിച്ചിരിക്കാം എന്നതിനപ്പുറത്തേക്ക് നമ്മളുടെ അറിവിന്റെ അല്ലെങ്കിൽ ഇസ്ലാം മത വിമർശനത്തിന്റെ ഉപാധിയായിട്ട് അതിന്റെ സോഴ്സായിട്ട് സ്രോതസ്സായിട്ട് ഒരു ഇസ്ലാം മത വിമർശകന്റെ പുസ്തകത്തെയും ഞാൻ എടുത്ത് ഉദ്ധരിച്ചിട്ടില്ല, ഇതുവരെ ഉദ്ധരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നെ വിളിച്ചിട്ട് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇസ്ലാമിനെ വിമർശിക്കണം അല്ലെങ്കിൽ ഇസ്ലാമിന്റെ എതിരെയുള്ള വിമർശനങ്ങൾ മനസ്സിലാക്കാൻ ഏതാണ് പുസ്തകം എന്ന് ചോദിച്ചാൽ ഞാൻ ഖുർആനാണ് ഒന്നാമത് പറയുന്ന പുസ്തകം, രണ്ടാമത് ഹദീസ് പറയും, അതിന്റെ തഫ്സീറുകൾ പറയും. അതുകൊണ്ട് അക്ബർ സാഹിബ് അത് വലിയ തെറ്റിദ്ധാരണയിലാണ്. നമ്മൾ ആരും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കരുതേ, ഇസ്ലാമിലേക്ക് ആരും അടുക്കരുതേ എന്ന് വിചാരിച്ചിട്ടല്ല. ഇസ്ലാമിലുള്ളവരും പുറത്തുള്ളവരും ഇസ്ലാമിനെ സാമാന്യമായി മനസ്സിലാക്കണമെന്നും പുസ്തകം വായിക്കണമെന്നും ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വിലയിരുത്തണമെന്നും പറയുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വലിയ തെറ്റിദ്ധാരണയാണ്. പഠിക്കരുതേ എന്ന് സങ്കല്പിക്കുന്ന ആൾക്കാർ നിങ്ങളാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തെ, പ്രത്യേകിച്ച് മുസ്ലിം യുവതയെ ഒരു തരത്തിലുള്ള അപകർഷതാബോധത്തിന് വിധേയമാക്കുകയാണ്. പരിശുദ്ധ ഖുർആനെ കുറിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച് അപകർഷതാബോധം യുവതലമുറയുടെ പ്രത്യേകിച്ചും വളർന്നു വരുന്ന ആളുകളുടെ മനസ്സുകൾക്കുള്ളിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് ആ അപകർഷതാബോധത്തിൽ നിന്ന് അവരെ ഇസ്ലാമിൽ നിന്ന് മെല്ലെ മെല്ലെ കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അല്ല സാഹിബ്, പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ പണി എന്ന് ഞാൻ ചോദിക്കാം. കയ്യിൽ ദൈവികമായ ഗ്രന്ഥം ഇരിക്കെ 3 വയസ്സും 3.5 വയസ്സും തൊട്ട് ചെറിയ കുട്ടികളുടെ തലച്ചോറിൽ ഈ ഭയം, ഈ മതം
കുത്തി നിറക്കാനുള്ള സകല സംവിധാനങ്ങളും ഒരുക്കി വെച്ചിരിക്കെ, അതിനുള്ള കുടുംബ പശ്ചാത്തലങ്ങൾ രൂപപ്പെടുത്തിയിരിക്കെ, ഇതൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന കുട്ടികളിലേക്ക് ഇസ്ലാമിനെ കുറിച്ച് അപകർഷതാബോധം ഉണ്ടാക്കാൻ ഖുർആൻ വചനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു, മുഹമ്മദ് നബിയുടെ ചര്യ എന്ന രീതിയിൽ മുഹമ്മദ് നബിയെ വികൃതമായി ചിത്രീകരിക്കുന്നു. അത് കേട്ട് വിശ്വസിച്ച് അപകർഷതാബോധത്തിലേക്ക് ഇസ്ലാം മതത്തിനകത്ത് വളർന്ന കുട്ടികൾ അകപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പരാജയം തുറന്ന് സമ്മതിക്കലാണ്. നിങ്ങൾ സമ്പൂർണ്ണ പരാജയമാണ് എന്ന് നിങ്ങൾ തുറന്ന് സമ്മതിക്കുകയാണ് സാഹിബേ. അങ്ങനെ നിങ്ങൾ തുറന്ന് സമ്മതിച്ചാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. ഇത്രയൊക്കെ മിഷനറി പ്രവർത്തിപ്പിച്ച് നിങ്ങൾ ഇസ്ലാമികമായി വളർത്തിക്കൊണ്ടുവരുന്ന കുട്ടികളെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഇസ്ലാം മത വിമർശകർ ഇരുന്ന് അപകർഷതാബോധം ഉണർത്താൻ ശ്രമിച്ചാൽ അതിലവർക്ക് അപകർഷതാബോധം ഉണ്ടാവുകയും അവർ ഇസ്ലാമിൽ നിന്ന് അകന്നു പോകാൻ കാരണമാവുകയും ചെയ്യും എന്ന് നിങ്ങൾ ഭയപ്പെടുന്നു എങ്കിൽ നിങ്ങൾ കാര്യമായ അപകർഷതാബോധത്തിലാണ്. ഏറ്റവും കൂടുതൽ അപകർഷതാബോധം നേരിടുന്നത് നിങ്ങളെപ്പോലെയുള്ള മതപ്രചാരകരും പ്രബോധകരും മതനേതൃത്വവും മഹല്ല് സംഘങ്ങളും ആണ് എന്ന് ഉറപ്പിച്ചു പറയും. എന്ന് പറഞ്ഞാൽ അടിവേര് ഇളകിത്തുടങ്ങിയത് നിങ്ങൾ അനുഭവിക്കുന്നു എന്നർത്ഥം. അപ്പൊ എന്തൊക്കെയോ എവിടെയൊക്കെയോ പ്രശ്നമുണ്ട്. ഈ അപകടകരമായ ഏർപ്പാട് സത്യത്തിൽ ഇസ്ലാമിനെതിരെയുള്ള പ്രവർത്തനമാണെങ്കിലും അടിസ്ഥാനപരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുടുംബ സ്ഥാപനത്തെ തകർക്കലും ധാർമ്മികതയെ പുച്ചൂടും തകർക്കലും അതേപോലെ തന്നെ സമൂഹത്തിൽ നിന്നുകൊണ്ടിരുന്ന നൈതിക ധാർമ്മിക നിയമങ്ങളെയെല്ലാം വെല്ലുവിളിക്കുന്ന തരത്തിൽ പുതിയ തലമുറയെ സജ്ജീകരിക്കുകയും എല്ലാം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ അവർ ഇസ്ലാമിനെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തെറ്റിദ്ധരിപ്പിക്കാൻ, പരിശുദ്ധ ഖുർആനെ തമസ്കരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മ്ലേച്ഛമായി അവതരിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. അപ്പൊ ഇസ്ലാമിന് പുറത്തുള്ള ആളുകളിലേക്കും കൂടിയുള്ള ഒരു അപ്പീലാണ് ഇതിങ്ങനെ ഇസ്ലാമിനെതിരെ ആളുകൾ അപകർഷതാബോധം വളർത്തി ഇസ്ലാമിൽ നിന്ന് ആളുകൾ അടർത്തി കൊണ്ടുപോകുന്നു, ഇസ്ലാമിൽ നിന്ന് ആളുകൾ അകന്നു പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന നൈതിക ധാർമ്മിക മൂല്യങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് കാണണം. അതായത് ഇസ്ലാമിന്റെ ധാർമ്മികതയിൽ നിന്ന് ഒരാൾ വിട്ടാൽ പിന്നെ അയാൾ അധാർമിക ജീവിതമാണ് നയിക്കുന്നത് എന്നാണ് അക്ബർ സാഹിബ് പറയുന്നത്. ഞാൻ ആലോചിക്കുന്നത് പഴയ കരച്ചിലുകളെല്ലാം പെറുക്കിയെടുത്ത് പുതിയ കുപ്പിയിലാക്കിയിട്ട് അക്ബർ സാഹിബ് അവതരിപ്പിക്കുകയാണ് കൂട്ടരെ ചെയ്യുന്നത്. 1.5 വർഷത്തെ ഗ്യാപ്പിന് ശേഷം അക്ബർ സാഹിബിന്റെ രംഗപ്രവേശമാണ്. എത്ര ദയനീയമാണ് കാര്യങ്ങൾ എന്ന് ഇതിൽ കൂടുതൽ വലിയ തെളിവ് കേരളത്തിലെ ഇസ്ലാമിന്റെ അവസ്ഥ എന്താണെന്ന് അക്ബർ സാഹിബിന്റെ ഒരു ഇടവേളയ്ക്ക് ശേഷമുള്ള ഈ പ്രസംഗം തെളിവാണ്. അതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? ഇവിടെ തന്നെയാണ് നമുക്ക് ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദീനിന് ഇവിടുത്തെ യുവജനങ്ങളോട്, പ്രത്യേകിച്ച് മുസ്ലിം യുവജനങ്ങളോട് തുറന്നുറക്കെ പറയാനുള്ളത്. നേരാണ് നിലപാടി എന്ന പ്രമേയത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദീൻ പറയാൻ ശ്രമിക്കുന്നത് ഈ സകലവിധ തിന്മകൾക്കുമെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മുടെ കൈകളിൽ നേരിന്റെ ആയുധവുമായി നമുക്ക് മുന്നോട്ട് പോകാമെന്നാണ്. അതായത് പുതിയൊരു സംവിധാനം ഒരുക്കിക്കാൻ ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദീൻ. എന്ത് ഹലാക്കാണോ? എത്ര സംഘടനകൾ! ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിൽ MM അക്ബർ EA ജബ്ബാർ സംവാദത്തിന് ശേഷം അക്ബർ സാഹിബ് തന്നെ തുടക്കം കുറിച്ചതായി പ്രഖ്യാപിച്ച, അല്ലെങ്കിൽ അക്ബർ സാഹിബ് ഭാഗമായ, അല്ലെങ്കിൽ ആശംസ നേർന്ന 5-മത്തെയോ 6-മത്തെയോ ഇസ്ലാമിക പ്രതിരോധ സംവിധാനമാണ് ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദീൻ. എന്തൊക്കെ സംവിധാനങ്ങൾ, എത്ര പുസ്തകങ്ങൾ, എത്ര ചാനലുകൾ, എത്ര സംവിധാനങ്ങൾ ഇസ്ലാമാണ് ശരി എന്ന് പറയാൻ വേണ്ടിയിട്ട് പുതിയ തലമുറയെ വീണ്ടും അത് ഉറക്കെ പറയാൻ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോന്നറിയില്ല, നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചോന്നറിയില്ല, ഇതില് ഇവരുടെ കയ്യില് ഒരു നേരിന്റെ ആയുധമുണ്ട്. ആ ആയുധം എന്താ നിങ്ങൾക്ക് അറിയണ്ടേ? നേരിന്റെ ആയുധം എന്നൊരു ആയുധം ഉണ്ട് സാഹിബേ. അതെ, നേരിന്റെ ആയുധം നമ്മുടെ കയ്യിൽ. ഏറ്റവും ലോകത്ത് അവസാന നാൾ വരെയുള്ള മനുഷ്യരോട് സർവശക്തനായ തമ്പുരാൻ സംസാരിച്ച പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ വചനങ്ങൾ മാത്രമുള്ള, അള്ളാഹുവിന്റെ വർത്തമാനമുള്ള പരിശുദ്ധ ഖുർആനുണ്ട്. ആ പരിശുദ്ധ ഖുർആനാകട്ടെ ലോകത്ത് ധാർമ്മികതയുടെ വിഷയത്തിൽ ലോകത്തെ വെല്ലുവിളിക്കുന്ന, ഇതിന് തുല്യമായ, ഇതിന് സമാന്തരമായ, ഇതിനേക്കാൾ നല്ല ഒരു ധാർമ്മിക പദ്ധതി കൊണ്ടുവരുവാൻ ആർക്കെങ്കിലും കഴിയുമോ എന്ന് വെല്ലുവിളിക്കുന്ന പരിശുദ്ധ ഖുർആൻ നമ്മുടെ കൈകളിലുണ്ട്. പറയുന്ന കേട്ടാൽ തോന്നും അത് മിഞ്ഞാന്ന് തട്ടുമ്പുറന്ന് കിട്ടിയതാണത്. ഇത് എന്നും നിങ്ങളെ കയ്യിലില്ലേ സാഹിബേ? നിങ്ങൾ സംവാദം നടത്തുമ്പോൾ നിങ്ങളെ കയ്യിലില്ലേ? നിങ്ങൾ ക്രിസ്തീയ പുരോഹിതന്മാരോടും ഹിന്ദു സന്യാസിമാരോടും മത്സരിച്ച് അവിടെ ഇസ്ലാമാണ് ശരിയെന്ന് സ്ഥാപിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ പുസ്തകം തന്നെയല്ലേ ഉള്ളത്? അതിനു മുമ്പ് കുറെ കാലം ലോകത്ത് പലയിടത്തും ഇസ്ലാമിക പ്രബോധനം നടത്തിയതൊക്കെ ആ പുസ്തകം വെച്ചിട്ടുണ്ടല്ലേ? ഇപ്പൊ പിന്നെന്താ നിങ്ങൾ പ്രത്യേകിച്ച് ഒരു സംഘടനയും പിന്നെ വീണ്ടും നമ്മൾ ഖുർആൻ ഉണ്ട് എന്ന് ഉറക്കെ പറയും ചെയ്യുന്നതിന്റെ ഒരവസ്ഥ എന്താണ്? എന്താ നിങ്ങളെ പ്രശ്നം? എന്താണ് നിങ്ങൾ അലട്ടുന്ന വേവലാതി? നിങ്ങൾ പറയും. ആ പരിശുദ്ധ ഖുർആനുമായി നാം ജനങ്ങൾക്ക് നടുവിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ആ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഖുർആൻ ലോകത്ത് എത്ര ധാർമ്മികത പദ്ധതികൾ ഉണ്ടാകട്ടെ, എത്ര പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടാകട്ടെ, ആ പ്രത്യയശാസ്ത്രങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഏത് രൂപത്തിലുള്ള നൈതിക മൂല്യങ്ങളെയും വെല്ലുവിളിക്കാൻ അക്ബമായ, ഏറ്റവും ഋജുവായ, ഏറ്റവും ശരിയായ, ഏറ്റവും നന്മ നിറഞ്ഞ, ഏറ്റവും ധാർമ്മികമായ ജീവിത ദർശനം മുന്നോട്ട് വെക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറയുമ്പോൾ ആ പരിശുദ്ധ ഖുർആൻ നമ്മുടെ കൈകളിലാണുള്ളത്. ആ ഖുർആനുമായാണ് നമുക്ക് ലോകത്തിന്റെ മുന്നിൽ യുവ സമൂഹത്തിനിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനുള്ളത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് ഇറങ്ങി ചെല്ലുകയാണോ? നിങ്ങൾ ഇതുമായിട്ട് യുവ ജനതയുടെ ഉള്ളിൽ കിടന്ന് കുന്തളിപ്പ് കാണിക്കില്ലായിരുന്നോ? 3 വയസ്സ് മുതൽ കുത്തി നിറച്ച കിതാബാണ് ഈ സാധനം തലയിലേക്ക്.
ഇനി ആ പുസ്തകം പൊക്കി പിടിച്ച് അതേ ജനതയുടെ മുമ്പിലേക്ക്, അതേ യുവതയുടെ മുമ്പിലേക്ക് നിങ്ങൾ വീണ്ടും ചെല്ലുകയാണോ, ഇറങ്ങാൻ പോവുകയാണോ പുതിയ സംഘടന ഉണ്ടാക്കിയിട്ട്? നിങ്ങൾക്ക് എന്തിന്റെ സൂക്കേടാണ്? ഇതന്നെയല്ലേ നിങ്ങൾ ചെറിയ പ്രായം തൊട്ട് പഠിപ്പിച്ചത്? ഇത് തന്നെയല്ലേ നിങ്ങൾ 1400 കൊല്ലമായിട്ട് തലമുറ കൈമാറി ഇമാമുമാരും വിശദീകരിച്ച് മൗലിയമാരും സംവിധാനങ്ങൾ ഉണ്ടാക്കി, മദ്രസകളും അറബിക് കോളേജുകൾ ഉണ്ടാക്കി, ദഅ്വ കോളേജുകൾ ഉണ്ടാക്കി നിങ്ങൾ ചെറിയ പ്രായം തൊട്ട് പഠിപ്പിച്ചുകൊണ്ടേയിരുന്ന സാധനം തന്നെയല്ലേ? അത് വീണ്ടും എടുത്ത് ഞങ്ങളെത്തുതാ പുതിയൊരു കിതാബുണ്ട് എന്ന രീതിയിൽ പറയുന്നത് തന്നെ നിങ്ങളുടെ ഗതികേടല്ലേ സാഹിബേ? ഇതിലെന്താ പുതുമയുള്ളത്? എനിക്ക് മനസ്സിലായി. ഇനി ഈ പുസ്തകം കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ആരെയും പേടിക്കേണ്ട എന്നാണെങ്കിൽ, ഈ പുസ്തകം കൊണ്ട് ലോകത്തിലുള്ള സകല ഇസ്ലാമിക വിരുദ്ധ ശക്തികളെയും നേരിടാമെന്നും ഇസ്ലാമിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ആളുകളെ തടഞ്ഞു നിർത്താമെന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഇസ്ലാമിൽ നിന്ന് പുറത്തോട്ടുള്ള വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ അതിൻ്റെ താക്കോലാണ് അർത്ഥമറിഞ്ഞ് വായിക്കാൻ പറ്റുന്ന ഒരു ഖുർആൻ. മുസ്ലിം സമൂഹത്തിൽ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് കൃത്യമായ അർത്ഥം എഴുതിയ ഒരു കിതാബ് കയ്യിൽ കിട്ടിയാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ഒന്നാമത്തെ താക്കോൽ അതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, എല്ലാ വിശ്വാസികളും 2 or 3 ആവർത്തി നിങ്ങളുടെ സാമാന്യ ബുദ്ധി ഓൺ ചെയ്ത് വെച്ചിട്ട്, നേരത്തെ നമ്മുടെ അബ്ദുള്ള ബാസിൽ പറഞ്ഞ മാതിരി യുക്തി ഓഫാക്കി വെച്ചിട്ടല്ല, സാമാന്യ ബുദ്ധിയും ചിന്തയും യുക്തിയും തുറന്നു വെച്ചിട്ട് നിങ്ങൾ ഖുർആൻ അർത്ഥമറിഞ്ഞൊരു 3-4 ആവർത്തി വായിക്കണം. എല്ലാ വിശ്വാസികളും വായിക്കണം. അല്ലാണ്ട് ഇപ്പൊ അതിപ്പോ ഞാൻ അക്ബർ സാഹിബ് ഇതും പിടിച്ചിട്ട് എന്താക്കാനാണ് എനിക്ക് മനസ്സിലായില്ല. ഇത്ര കാലങ്ങളെ കയ്യിലുള്ള ഖുർആൻ തന്നെയല്ലേ? അപ്പൊ ഇതിലെന്തോ മാരകമായ അല്ലെങ്കിൽ മാന്ത്രികമായ ശക്തിയുണ്ട്, സിദ്ധിയുണ്ട്, ദൈവികമായ പിന്തുണയുണ്ട് എന്നാണ് സാഹിബ് പറയാൻ ശ്രമിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ചില വിയോജിപ്പുകളും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനും കൂടി ഉണ്ട്. മാതൃക നേടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെയാണ് നമുക്ക് അവതരിപ്പിക്കുവാനുള്ളത്. കഴിഞ്ഞില്ലേ കഥ? ഇനിയിപ്പോ ഖുർആൻ വെച്ചിട്ട് എന്തെങ്കിലും വ്യാഖ്യാനിച്ച് ഒപ്പിക്കാന്ന് വിചാരിക്കാം. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ കൂട്ടാൻ പോകുന്നത് എന്താണ്? ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഉത്തമമായ മാതൃകയായിട്ട് മുഹമ്മദ് നബിന്റെ ജീവിതം, അല്ലെ? സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും അതുപോലെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലും മുഹമ്മദ് നബിയുടെ ജീവചരിത്രം എഴുതിയ സീറയിലും ഒക്കെ വരച്ചു വെച്ചിട്ടുള്ള മുഹമ്മദ് നബിയുടെ ജീവിതം, അതിൽ നിന്ന് പിറവിയെടുത്തിട്ടുള്ള ഇസ്ലാമിക ധാർമ്മിക നിയമങ്ങൾ, സാമൂഹ്യ നിയമങ്ങൾ നല്ല രസമായിരിക്കും. വേഞ്ചല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിലൂടെ പടച്ചതമ്പുരാൻ പറഞ്ഞത് പ്രവാചകനിൽ ഉസ്വത്തുൽ ഹസനയും എന്നതാണ്. അത്യുന്നതമായ, ലോകത്തിന് മുഴുവനും മാതൃകയായ, മനുഷ്യർക്ക് മുഴുവനും പിന്തുടരാൻ കഴിയുന്ന മഹത്തായ ജീവിത പാന്താവുണ്ട് എന്നതാണ്. ആ ഉസ്വത്തുൽ ഹസനയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ പ്രവാചകനെയാണ് നമുക്ക് ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തുവാനുള്ളത്. മുഹമ്മദിനെ മാതൃകയാക്കിയിട്ട് ഒരു വിശ്വാസിക്കും ജീവിക്കാൻ കഴിയാത്തൊരു കാലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് സാഹിബ്. നിങ്ങൾ ഇത് എന്തറിഞ്ഞിട്ടാ പറഞ്ഞത്? ഖുറാനിൽ അങ്ങനെ പലതും ഉണ്ടാവും, ഉസ്വത്ത് ഹസന എന്നൊക്കെ ഉണ്ടാവും. റഹ്മത്തുല്ലിൽ ആലമീൻ എന്ന് വരെ ഉണ്ട് മുഹമ്മദ് നബിനെ കുറിച്ച്. നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ മുഹമ്മദ് നബി റഹ്മത്തുല്ലിൽ ആലമീനാണ് എന്ന് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ജീവിതം വെച്ച് പറയാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് ഉസ്വത്തുൽ ഹസനയും റഹ്മത്തുല്ലിൽ ആലമീനൊക്കെ അവിടെ കയ്യിലിരിക്കട്ടെ. ഈ മുഹമ്മദ് നബി ലോകത്തെമ്പാടുമുള്ള സകല കാലത്തേക്കുള്ള മനുഷ്യർക്ക് പിന്തുടരാൻ കഴിയുന്ന ഏറ്റവും മികച്ച മാതൃക എന്ന രീതിയിൽ നിങ്ങൾ മുഹമ്മദ് നബിനെ മുന്നിൽ വെച്ചാൽ പിന്നെ ഖുർആൻ എന്തിനെ പറ്റുക? ഈ മുഹമ്മദ് നബിയുടെ മാതൃകയുടെ നാണം മറക്കാൻ പോലും ഖുർആൻ പേജ് തികയാതെ വരൂലേ? എന്ത് അബദ്ധമാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്? ഇത് രണ്ടും കൂടി സൈസാവില്ല. എന്ത്? ഖുർആനിന്റെ ദൈവികതയും മുഹമ്മദിന്റെ പ്രവാചകത്വവും കയ്യിലുള്ള കിതാബുകൾ മുഴുവനായി തള്ളാതെ നിങ്ങൾക്ക് സ്ഥാപിക്കുക സാധ്യമല്ല. അതാണ് നിങ്ങൾ ചെന്ന് തീർത്തിട്ടുള്ള വലിയ ഒരു പ്രശ്നം, ഒരു പ്രതിസന്ധി. നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി നിങ്ങളുടെ കയ്യിലിപ്പുള്ള കിതാബുകളാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുമ്പോൾ, അതിനെക്കുറിച്ച് തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് ആ ഖുർആനിന്റെ വെളിച്ചം ലോകത്തിന്റെ മുന്നിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത വിശുദ്ധിയെ ലോകത്തിന്റെ മുന്നിൽ ഉയർത്തി കാണിച്ചുകൊണ്ട് ലോകത്തെ ഇസ്ലാമിനെ കുറിച്ച് ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. അത് കഴിയൂല എന്നാണ് ഞാൻ ഈ പറയുന്നത്. അതല്ലേ നിങ്ങൾ കുറെ കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഉപോൽപ്പന്നമല്ലേ ഇപ്പൊ കേരളത്തിലുള്ള ഇസ്ലാം മതം വിട്ടവരുടെ കൂട്ടായ്മകൾ പോലും. അതുകൊണ്ട് ഇദ്ദേഹം ഇനി പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഈ കിതാബ് കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് ലോകം കീഴടക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കറിയോ, ഈ കിതാബ് കയ്യിലുണ്ടെന്നും പറഞ്ഞ് 13 കൊല്ലാണ് മുഹമ്മദ് നബി സ്വന്തം നിലക്ക് മാതൃക പുറത്തുനിന്ന് വായിച്ചു പഠിക്കല, മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുത്ത 13 കൊല്ലം. എത്ര പേരെ കിട്ടി? എത്ര പേരാണ് ആശയത്തിൽ ആകൃഷ്ടരായത്? എത്ര പേരെയാണ് അത് ബോധ്യപ്പെടുത്താൻ മുഹമ്മദിന് കഴിഞ്ഞത് എന്ന ചോദ്യം പ്രസക്തമാണ്. അപ്പൊ ഈ ഖുർആനും കൊണ്ട് ഇറങ്ങിയ ആദ്യത്തെ ആള് മുഹമ്മദ് നബിയാണ് എന്ന് നിങ്ങൾ അവകാശപ്പെടുമ്പോൾ, ആ മുഹമ്മദ് നബി ഖുർആൻ കൈ പിടിച്ച് നടന്നപ്പം എന്താണ് സംഭവിച്ചതെന്നും അതിന്റെ പ്രതിഫലനം എന്തായിരുന്നു എന്നും ഇസ്ലാമിന്റെ ഗ്രന്ഥത്തിലുണ്ട്. നമുക്കുണ്ടാകേണ്ടത് മുസ്ലിമാണ് എന്നുള്ള വിഷയത്തിലുള്ള, ഖുർആനിന്റെ അനുയായികളാണ് എന്ന കാര്യത്തിലുള്ള, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുന്നവരാണ് എന്ന കാര്യത്തിലുള്ള വളരെ ശക്തമായ ആത്മബോധമാണ്. നമുക്ക് ആരുടെ മുന്നിലും തലകുനിക്കേണ്ടതില്ല. ഈ പരിശുദ്ധ ഖുർആൻ ലോകത്തെ നയിക്കാൻ പോകുന്ന ഗ്രന്ഥമാണ്. ഇതാകുന്ന ഗ്രന്ഥമെന്ന് അതിശക്തമായി വിളിച്ചു പറയുന്ന ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, ഇതാണ് ഗ്രന്ഥം. സംശയമൊന്നുമില്ല. മനുഷ്യർക്ക് നന്മ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, ധാർമ്മിക ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും കൃത്യമായി മാർഗദർശനം നൽകുന്ന ഗ്രന്ഥം. അതെ, ആ പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ദർശനവും അതുമായി ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ആരുടെ മുന്നിലും തലകുനിക്കേണ്ടി വരില്ല.
നിങ്ങൾ നേരത്തെ പറഞ്ഞ അപകർഷതാബോധത്തിന്റെ ഏക കാരണം നിങ്ങൾ ഈ പറഞ്ഞ 2 സാധനം കൈ പിടിച്ച് പുറത്തോട്ട് ഇറങ്ങിയതാണ്. ആളുകളുടെ മുമ്പിൽ പോയി സ്ഥാപിക്കാൻ ശ്രമിച്ചതാണ്. നിങ്ങൾ ഇതൊക്കെ പറഞ്ഞ് പുതിയ തലമുറയിലെ കുട്ടികളെ മുച്ചിമ കയറ്റി വിടും. കുട്ടികൾ ചെന്ന ആളുകളോട് സംസാരിക്കും. അപ്പൊ ഇത് വായിച്ചറിഞ്ഞിട്ടുള്ള മറ്റു ആളുകൾ അപ്പൊ ഇതോ എന്ന് ചോദിച്ചിട്ട് 3 4 ആയത്തും 2 3 ഹദീസും പുറത്തോട്ടിട്ട് കൊടുക്കും. അതോടെ കുട്ടികളുടെ കാറ്റ് പോവും. ഇതാണ് സംഭവിക്കുന്നത്. ഇങ്ങനെയാണ് സ്വന്തം പ്രവാചകനെ കുറിച്ച് പറയാൻ ആത്മവിശ്വാസമില്ലാത്ത ജനത മുസ്ലിം സമൂഹത്തിനിടയിൽ ഉണ്ടാവുന്നത്. ഇങ്ങനെയാണ് പലരും ഇസ്ലാമിന്റെ അകത്തെ അവസ്ഥ മനസ്സിലാക്കുന്നതും പുറത്തു കിടക്കുന്നതും. ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ അതിന്റെ മുകളിൽ വേറെ കെണി കെട്ടുകയാണ് സാഹിബ് ചെയ്യുന്നത്. ഈ കുട്ടികൾ ആവശ്യമില്ലാത്ത ആത്മവിശ്വാസം കൊടുത്ത് ഇത് ലോകത്തെ എല്ലാത്തിനേക്കാളും മികച്ചതാണ് എന്ന് പറഞ്ഞ് ഇറക്കി വിടും. കുട്ടികൾ ചെന്ന് നമ്മളെ പോലുള്ള ആൾക്കാരെ മുമ്പിൽ വരും. നമ്മൾ ഖുർആൻ വാചനങ്ങൾ ആ കുട്ടികൾ ആലോചിച്ചിട്ടും പോലും ഇല്ലാത്ത ഖുർആൻ വാചനങ്ങൾ എടുത്ത് മുന്നിട്ട് കൊടുക്കും. കുട്ടികൾക്ക് ഉണ്ടായിരുന്ന ആത്മവിശ്വാസം പോവും, അപകർഷതാബോധം പോവും. സാഹിബ് നിങ്ങൾ ഇങ്ങനെ ഓരോ കുട്ടികളെ വെറുതെ, പുതിയ തലമുറയിലെ കുട്ടികളെ വെറുതെ ബേജാറാക്കല്ലേ. അതുകൊണ്ട് കാര്യമില്ല. ഇതിന് അദ്ദേഹം പറയുന്ന തെളിവ് ഇനി അതാണ് പ്രധാനപ്പെട്ട ഒരു തെളിവ് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ആത്മവിശ്വാസത്തിന്റെ പ്രചോദനം ആയിട്ട് അദ്ദേഹം പറയുന്നത്, ഞാൻ പറഞ്ഞു ഖുർആൻ കൈ പിടിച്ചു അല്ലെങ്കിൽ ഖുർആന്റെ വക്താവായിട്ട് സ്വയം പ്രവർത്തിച്ച മുഹമ്മദിന് 13 കൊല്ലം കൊണ്ട് 100 പേരാണ്. കുടുംബങ്ങളും അടിമകളും ചേർത്ത് 100-150 താഴെ ആളുകൾ മാത്രമാണ് 13 വർഷം കൊണ്ട് ഈ പറയപ്പെടുന്ന ദൈവികമായ നിയമത്തിന്റെ സ്വാധീനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. നിങ്ങളുടെ കയ്യിലുള്ള സത്യത്തിന്റെ ആയുധം, നേരിന്റെ ആയുധം എന്ന് പറഞ്ഞാൽ ആയുധം കൊണ്ട്, ആ ആയുധം കൊണ്ടല്ല പിന്നീട് മുഹമ്മദിന്റെ ഇസ്ലാം വളർന്നത് എന്നത് വേറെ ചരിത്രമാണ്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഇനി ഇദ്ദേഹം പറയുന്നത് വേറെ ചില തെളിവാണ്. മുഹമ്മദിന്റെ കാലം തൊട്ട് ആ കാലഘട്ടത്തിലുള്ള മനുഷ്യർ ലോകത്തെമ്പാടും പോയത് ഈ ഖുർആനും ഈ മുഹമ്മദിന്റെ മാതൃകയും പിടിച്ചിട്ടാണ് എന്ന് പറയുന്നു. പറഞ്ഞു വെക്കുന്ന ആദ്യത്തെ കാര്യം, മുഹമ്മദിന്റെ കാലത്ത് ഇസ്ലാം വളർന്നത് മുഹമ്മദിന്റെ മാതൃക കണ്ടിട്ടോ മുഹമ്മദിന്റെ കയ്യിലുള്ള ഗ്രന്ഥത്തിന്റെ പോരിശ കൊണ്ടോ അല്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയതിനു ശേഷം മുഹമ്മദും സംഘവും കയ്യിലെടുത്ത വാളിന്റെയും കുന്തത്തിന്റെയും ബലത്തിലും മുഹമ്മദിനെ കുറിച്ച് ആളുകളിൽ ആ കാലഘട്ടത്തിൽ ആ പ്രദേശത്തുള്ള ജനങ്ങളിൽ ഉടലെടുത്ത ഭയത്തിലുമാണ് ഇസ്ലാം വളർന്നത്. അങ്ങനെയാണ് ഇസ്ലാം പ്രചരിപ്പിച്ചത്, അങ്ങനെയാണ് ഇസ്ലാം നിലനിന്നത്. അപ്പൊ ഇദ്ദേഹം പറയുന്നു ആ കാലഘട്ടത്ത് ഈ നേരിന്റെ ആയുധം പൊക്കി പിടിച്ചാണ്ട് മുഹമ്മദ് നബിയുടെ ജീവിത മാതൃകയും പറഞ്ഞുകൊണ്ട് ലോകത്തെമ്പാടും പോയി ഇസ്ലാമിലേക്ക് ആളുകളെ ആകൃഷ്ടരാക്കിയ കുറച്ച് ആളുകളാണ് പ്രചോദനം ഇന്നത്തെ തലമുറയിലെ കുട്ടികളോട് മുഹമ്മദിന്റെ മാതൃകയും കിതാബും പിടിച്ചിറങ്ങിക്കോളി എന്ന് പറയാൻ. അതിന്റെ അബദ്ധം എന്താണെന്ന് ഞാൻ സാഹിബിന് പറഞ്ഞുതരാം. നിങ്ങളൊന്ന് പറയും. അതിന് നമുക്കുണ്ടാകേണ്ടത് വിശ്വാസത്തിന്റെ അടിത്തറയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങളാണ് ഉത്തമന്മാർ, നിങ്ങളാണ് ഉന്നതന്മാർ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ, നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ആ സർവശക്തനായ തമ്പുരാനിലുള്ള ബോധം സന്നിവേശിപ്പിക്കപ്പെട്ടാൽ ആ ബോധമനുസരിച്ച് ലോകത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സർവശക്തനായ തമ്പുരാന്റെ ഗ്രന്ഥത്തെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഇസ്ലാമിന് വേണ്ടി നിലനിൽക്കാൻ കഴിയുമെങ്കിൽ നെഞ്ചിനകത്ത് ഈമാനോടുകൂടി ലോകത്തിന്റെ മുന്നിൽ ഇസ്ലാമിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായും നമ്മളാണ് ഉന്നതന്മാർ, നമ്മളാണ് ഉത്തമന്മാർ, നമ്മൾ ലോകത്തിന് വഴി കാണിക്കുക തന്നെ ചെയ്യും. അപ്പൊ അന്നത്തെ കാലത്ത് ആളുകൾ അങ്ങനെ നടന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഈ കയ്യിലുള്ള കിതാബിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവണം. ഏത് വിശ്വാസം? അബ്ദുൽ അബ്ബാസിൽ പറഞ്ഞ പോലുള്ള വിശ്വാസം, യുക്തിയെ മറച്ചുവെച്ച വിശ്വാസം, ഇതിനുള്ളത് ശരിയാണ് എന്ന പൂർണ്ണമായ വിശ്വാസം, അതിനെതിരായിട്ടൊന്നും ചിന്തിക്കൂല എന്നുള്ള വിശ്വാസം, എന്നിട്ട് തെറ്റായ ആത്മവിശ്വാസം കൊടുത്ത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ, നിങ്ങൾക്ക് ആരെയും പേടിക്കേണ്ടെന്നാണ്. അതിപ്പോ അങ്ങനെ തന്നെയല്ലേ? നമ്മളൊരു കാര്യത്തിൽ തെറ്റായ ഒരു വിശ്വാസത്തിൽ അങ്ങ് പൂണ്ടുപോയാൽ നമ്മുടെ മുമ്പിൽ അതായിരിക്കും ഏറ്റവും വലിയ ശരി. അപ്പൊ ആളുകൾ പരിഹസിക്കുന്നതും ആളുകൾ കളിയാക്കുന്നതും മനസ്സിലാവൂല, അത് അവരുടെ വിവരക്കേടാണെന്ന് തോന്നും. വാസ്തവത്തിൽ എന്താ പ്രശ്നം? ഇതിങ്ങനെ പ്രീസെറ്റ് ചെയ്ത് വെച്ചോണ്ടാണ്. ചിന്ത ഓഫ് ചെയ്ത് വെച്ചിട്ടല്ലേ പുറത്തോട്ട് ഇറങ്ങേണ്ടത്, അല്ലെങ്കിൽ പെടാപ്പാടല്ലേ. അപ്പൊ ഇനി മുൻകാലത്തുള്ള ആളുകൾ അങ്ങനെ ചെയ്തിരുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ തെളിവ്. അതുകൂടി ഒന്ന് കേൾക്കാം. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഉന്നത ശ്രേണിയിൽ നിന്നുകൊണ്ടല്ല ലോകത്തിന് വെളിച്ചം കാണിച്ചുകൊണ്ട് പ്രവാചകന്റെ അനുയായികൾ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് പോയത്. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹി എന്ന് ഖുർആൻ സർട്ടിഫൈ ചെയ്ത് നിങ്ങളാണ് ഉത്തമ സമുദായം, ലോകത്തിന് വഴി കാണിച്ചു കൊടുക്കേണ്ട ഉത്തമ സമുദായം എന്ന് പറഞ്ഞ അവർ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് ഇപ്പറഞ്ഞ മുഅ്മിനുകളായി വിശ്വാസം ഉൾക്കൊണ്ട് പരിശുദ്ധ ഖുർആനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഉയർന്ന ബോധവുമായി കടന്നു ചെന്നപ്പോൾ ലോകം അംഗീകരിക്കുകയായിരുന്നു അൻതുമുല്ല അലൗനായത്, നിങ്ങളാണ് ഉന്നതന്മാരത്, നിങ്ങളാണ് ഉത്തമന്മാരത്. ഇതിനകത്ത് അക്ബർ സാഹിബ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആവേശമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടൊന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കിയേ. മുഹമ്മദിന്റെ കാലം തൊട്ടും അതിനെ തുടർന്നും ലോകത്തിന്റെ പല ഭാഗത്തേക്ക് ഖുർആനും പ്രവാചകന്റെ മാതൃകയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പല ആളുകൾ പ്രബോധനാർത്ഥം പല പ്രദേശങ്ങളിലേക്ക് പോയി അവിടെ ഇസ്ലാം എന്താണെന്ന് പരിചയപ്പെടുത്താൻ ശ്രമിച്ചു. ആളുകൾ ഇസ്ലാമിൽ ആകൃഷ്ടരായി ഇസ്ലാം സ്വീകരിച്ചു. ഇതല്ല വാദം? സംഭവിച്ചിരിക്കാം, സാധ്യതയുണ്ട്, കേരളത്തിൽ തെളിവുണ്ട്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ചെല്ലുന്ന ആളുകൾ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു മുഹമ്മദിനെ അവർക്ക് അറിയില്ല സാഹിബ്. അന്ന് അവർക്ക് ഖുർആനിൽ എന്താ ഉള്ളതെന്ന് തിരിയൂല, അവർ ഖുർആൻ വായിച്ചിട്ടില്ല. ഈ വന്ന ആളുകൾ പറയുന്നതനുസരിച്ചാണ് അവർ മുഹമ്മദിനെ മനസ്സിലാക്കുന്നത്. മുഹമ്മദിന്റെ അവിടെ കാണിച്ചു കൂട്ടിയ ചെയ്തികളൊന്നും ഇവർക്ക് അറിയില്ല. എന്ന് പറഞ്ഞാൽ ഹദീസും ഖുർആനും തഫ്സീറും
ഈ ചരിത്രങ്ങളും കിതാബുകളും ഒന്നും ലഭ്യമല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ആ 14 നൂറ്റാണ്ട് മുമ്പത്തെ മനുഷ്യരുടെ ഇടയിലേക്ക് അവരിൽ അറിയപ്പെടാത്ത ഒരാളെ പരിചയപ്പെടുത്തിക്കൊണ്ട് മഹത്വവൽക്കരിച്ച് ചെന്നപ്പം ഒരുപാട് ആളുകൾ അത് ശരിയാണ് എന്ന് വിശ്വസിച്ചു പോയി. അതാ കാലഘട്ടത്തിന്റെ പ്രശ്നം. അന്ന് അങ്ങനെ സംഭവിച്ചു എന്നും വിചാരിച്ചിട്ട് ഇന്ന് നിങ്ങൾ കിതാബുമായിട്ട് ഇറങ്ങണം, മുഹമ്മദ് നബിയുടെ മാതൃക പറയണം എന്നൊക്കെ പറഞ്ഞാൽ അതിനേക്കാളും നല്ലത് നിങ്ങൾ ആ കുട്ടികളെ എന്തെങ്കിലും ചെയ്യുന്നതാണെന്ന് ഞാൻ പറയാം. ഇങ്ങനെ ഒരു അവസ്ഥയിലെ ഒരു കുട്ടികളെയും പറഞ്ഞു വിടരുത്. കാരണം അത് സാധ്യമല്ല. 14 നൂറ്റാണ്ട് മുമ്പ് സഹാബിമാർ പോയ പോലല്ല ഇന്ന് ലോകത്തെമ്പാടും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ സംവിധാനമുണ്ട്. ഇസ്ലാം എന്താണെന്ന് സ്വന്തം മനസ്സിലാക്കാൻ പറ്റും. പുസ്തകം വായിക്കാൻ കിട്ടും, വാങ്ങാൻ കിട്ടും, പല ഭാഷകളിൽ കിട്ടും, ഓൺലൈനിൽ കിട്ടും. അപ്പോൾ ഒരു കുട്ടി കിതാബും പിടിച്ചുകൊണ്ട് ചെന്ന് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുത്തു, ഞങ്ങൾ നബിനെയും പരിചയപ്പെടുത്തി തന്നു. അവർ പിന്നോട്ട് ഇറങ്ങി വരുമ്പം ഇയാൾ ഗൂഗിൾ എടുത്തിട്ട് കാര്യങ്ങൾ മറിച്ചു നോക്കും. ഈ കുട്ടികൾ പറഞ്ഞു തന്നെയാണോ ഇതിലുള്ളത്, അല്ലെങ്കിൽ അത് മാത്രമാണോ ഇതിലുള്ളത്? അതുകൊണ്ട് അക്ബർ സാഹിബ് നിങ്ങളോട് എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, നിങ്ങളിപ്പം പ്രതിരോധ സംവിധാനം ഒരുക്കിയിട്ട് ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടികളെ പുളിമ കയറ്റിയിട്ട് നിങ്ങൾ അവരെ കയ്യിൽ കൊടുക്കുന്ന ആ നേരിന്റെ ആയുധം ഉണ്ടല്ലോ, അത് തിരിച്ചു കുത്തും. അത് നിങ്ങൾക്ക് വലിയ തിരിച്ചടിയോ. ഇപ്പൊ നിങ്ങൾ വീണതിനേക്കാളും വലിയ വീഴ്ചയിലേക്ക് ഇപ്പൊ നിങ്ങൾ കൊണ്ടുപോകാൻ പോകുന്ന ഈ കുട്ടികൾ നിങ്ങളെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ വിശ്വാസവും ആചാരവും ആദർശമൊക്കെ മിണ്ടാതെ ഒരു സൈഡിൽ മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഇതാണ് ഏറ്റവും മികച്ചത്, ഇതിനേക്കാളും നല്ലൊരു മാതൃകയില്ല എന്ന് നാട്ടുകാരോട് വിളിച്ചു പറയാതിരിക്കും. ഈ 2 ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിൽ ബാക്കിയുള്ളൂ. കാരണം നിങ്ങളാണ് ഇക്കൊല്ലത്തിൽ ഇസ്ലാമിനെ കേരളത്തിലാക്കിയത്. ഇനി നിങ്ങൾക്ക് മതിയായിട്ടില്ല, ഇസ്ലാമിനോട് നിങ്ങൾക്ക് എന്തോ പകയുണ്ട്, മുഹമ്മദിനോട് നിങ്ങൾക്ക് എന്തോ വൈരാഗ്യമുണ്ട് എന്ന രീതിയിലാണ് ഇപ്പൊ നിങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അതെന്തായാലും നല്ലതിനല്ല. ആ രൂപത്തിൽ ഈ ഉത്തമ സമൂഹത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടി നേരിന്റെ നിലപാടിനോടൊപ്പം നിന്ന് ഉള്ള പോരാട്ടത്തിന് ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ ഇനി സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ്. നിങ്ങൾ ISMന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നിലുണ്ടാകണം. അങ്ങനെ ഈ സമൂഹത്തിൽ വേരുപിടിക്കാൻ ശ്രമിക്കുന്ന മുസ്ലിം സമുദായത്തിൽ പ്രത്യേകിച്ചും ഇസ്ലാമിനെ കുറിച്ച്, പ്രവാചകനെ കുറിച്ച്, പരിശുദ്ധ ഖുർആനെ കുറിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അപകർഷതാബോധത്തെ അതിജീവിക്കുവാൻ, നമ്മുടെ യുവതലമുറയെ പരിശീലിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. നിങ്ങൾ ശ്രമിച്ചു നോക്കി എന്നപ്പോ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കി എന്നാണ് എന്നോട് പറയാനുള്ളത്. നിങ്ങളിപ്പോൾ എന്തോരം കാര്യങ്ങൾ ശ്രമിച്ചു. സുന്നി മുജാഹിദും ജമാഅത്തും മാറി മാറി പലതും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിശ്വാസികളുടെ ആത്മവിശ്വാസം കൂട്ടാനും അപകർഷതാബോധം ഇല്ലാതാക്കാനും ഇസ്ലാമാണ് ശരിയെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താനും മുഹമ്മദ് നബിയെ കുറിച്ച് കേൾക്കുന്ന വിമർശനങ്ങളെല്ലാം നുണയാണെന്ന് പറയാനും ഒക്കെ നിങ്ങൾ ശ്രമിച്ചു. ഒരു രക്ഷയില്ല. സലീം കുമാറിന്റെ ഒരു ഡയലോഗാണ് ഓർമ്മ വരുന്നത്, പടക്കക്കട ഗുദാഹുവ. എന്താ ചെയ്യാൻ പറ്റാം? എന്തായാലും അക്ബർ സാഹിബ് പറഞ്ഞതല്ലേ, ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീന്റെ കുട്ടികൾ, ISMന്റെ ചുണക്കുട്ടികൾ ഈ വഴിയും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കി. പറ്റുകയാണെങ്കിൽ മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത സംഭവങ്ങൾ, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നു മുഹമ്മദ് നബിക്കെതിരെയുള്ള വിമർശനങ്ങളുടെ മുനയൊടിക്കാൻ വേണ്ടി അവർ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള കിതാബ്, അങ്ങനെ വല്ല ക്രോഡീകരിച്ച വിമർശനങ്ങളും അതിന്റെ മറുപടിയും കൂടി ആയിട്ട് നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ സംഗതി പൂർണ്ണമായി എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ സാഹിബ് തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യത്തെ മുൻനിർത്തിയിട്ടാണ് ഞാൻ ഒരു പോൾ വെച്ചിരുന്നത്. അതായത് ലോകത്തെവിടെയെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും ഒരു മതത്തിലേക്ക് പോയി എന്നത് ആ മതം സമ്പൂർണ്ണാർത്ഥത്തിൽ ശരിയാണ്, ഉത്തമമാണ്, ഏറ്റവും മികച്ചതാണ് എന്നതിനുള്ള തെളിവാകുമോ എന്നതാണ് ചോദ്യം. അതിനെല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിൽ ഞാൻ വിശ്വാസികൾക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് BJP എതിർക്കുകയും മോദി ആക്ഷേപിക്കുകയും ചെയ്തിരുന്ന PC ജോർജ് BJP അംഗമായതുകൊണ്ട് BJP മഹത്തരമായ ഒരു പ്രസ്ഥാനമായി മാറുമോ, അതതിന് തെളിവാകുമോ എന്ന ചോദ്യം ചോദിച്ചത്. ആണ് എന്ന് പറയുന്ന 18% ആൾക്കാരുണ്ട്, അല്ല എന്നാണ് 63% ആളുകൾ പറഞ്ഞത്, അറിയില്ല എന്ന് പറഞ്ഞവർ 19%. അപ്പൊ അതുകൊണ്ട് ഇതന്നെയാണ് എവിടെയെങ്കിലും ഏതെങ്കിലും സ്വിറ്റ്സർലൻഡിലോ സ്വീഡനിലോ തമിഴ്നാട്ടിലോ കോഴിക്കോടോ ആരെങ്കിലും ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാലുള്ള ഇസ്ലാം വിട്ടു പോകുന്നവരുടെ കഥയും അക്ബർ സാഹിബ് ഒക്കെ പറയുന്ന തരത്തിലുള്ള ഇസ്ലാമിനെ ഉപേക്ഷിക്കുന്നവരുടെ കഥയും എണ്ണവും വണ്ണവും നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ സാഹിബ് നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും മുന്നോട്ട്. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തേക്ക് നിർത്തുകയാണ്. എന്തായാലും ഒരുപാട് കാലത്തിന് ശേഷം അക്ബർ സാഹിബിനെ കിട്ടിയതിലുള്ള സന്തോഷം പ്രത്യേകമായിട്ട് പങ്കുവെച്ച് നമ്മൾ ഇന്നത്തേക്ക് നിർത്തുന്നു.